ഗുഡ് ഈവനിങ് ഓൾ. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട തോമസ് സാറാണ്. തോമസ് സാർ ഇന്ന് ക്രെഡിറ്റ് റേറ്റിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പുതിയ കാലഘട്ടത്തിലെ ഒരു തിരിച്ചറിവാണത്. ലോണുകളൊക്കെ എടുക്കണമെങ്കിൽ ക്രെഡിറ്റ് റേറ്റിങ്ങിൽ കൂടെ കടന്നു പോകണമെന്ന് കേട്ടിട്ടുണ്ട്. എനിക്കും അതിനെക്കുറിച്ച് അത്ര നിശ്ചയമില്ല. തീർച്ചയായിട്ടും നമുക്ക് സാറിൽ നിന്ന് കേൾക്കാം. സാറ് ചങ്ങനാശ്ശേരിയിലാണ് താമസിക്കുന്നത്. സാറ് കാനറ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഡെപ്യൂട്ടി മാനേജറാണ് അല്ലെ? സെക്കൻഡ് സ്കെയിൽ 2 മാനേജർ പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്താണ് സാർ. അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ റിട്ടയർമെന്റ് ജീവിതം ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ എന്ന് പറയുന്ന സാമൂഹിക സേവനവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഫിനാൻഷ്യൽ മേഖലകളിൽ സാധാരണക്കാരെ സഹായിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ലിറ്ററസി കൗൺസിലർ എന്ന തസ്തികയിൽ അല്ലെങ്കിൽ അതിന് ഒരു സർവീസ് ആയിട്ട് സാർ ജോലി ചെയ്യുകയാണ്. തന്നെയുമല്ല, ഈ ഒരു വിഭാഗത്തിൽ പ്രത്യേകിച്ച് ബാങ്കിങ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സാർ ഒരു ബെസ്റ്റ് ട്രെയിനറാണ്. വളരെ സ്നേഹത്തോടെ അതിലൂടെ ഞാൻ സാറിനെ വെൽക്കം ചെയ്യാണ്. യു വെൽക്കം സാർ. ഓക്കെ, നമ്മുടെ പോസിറ്റീവ് കമ്മ്യൂണിന്റെ കോട്ടയം ചാപ്റ്ററിലുള്ള എല്ലാ മെമ്പർമാരെയും ഞാൻ ഈ സന്ധ്യാസമയത്ത് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ സാറ് എന്നെ പറ്റി പറഞ്ഞു സാർ ഒരു സർവീസ് ചെയ്യാൻ. ഞാൻ അതിനെപ്പറ്റി പറയുമ്പോൾ ഫുൾ സർവീസ് എന്ന് ഞാൻ പറയുന്നില്ല, ചെറിയൊരു പേയ്മെന്റ് ഉണ്ട് അതിന് കിട്ടും. അതുകൊണ്ട് ഒരു ഫ്രീ സർവീസ് എന്ന് ഞാൻ പറയാൻ പറ്റില്ല. അതൊരു പോസ്റ്റ് എന്ന് തന്നെ പറയുള്ളൂ. ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് ചെയ്യാറുണ്ട്, അതിനെ ഒരു ഫുൾ സർവീസ് എന്ന് വേണം പറയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു സർവീസ് എന്ന് ആ രീതിയിൽ ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പം ഞാന് ബാങ്കിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് എനിക്ക് കൂടുതൽ ആധികാരികമായിട്ട് എടുക്കാൻ കഴിയുന്നത്. ഫിനാൻഷ്യൽ ഇതുമായിട്ടുള്ള അല്ലാത്ത വിഷയങ്ങളെ പറ്റി എടുക്കാം എന്നുള്ളതാണെങ്കിലും അതിനൊരു ആധികാരികത അത്ര വരില്ല. അതുകൊണ്ട് കൂടുതൽ ഞാൻ ഈ ഫിനാൻഷ്യൽ വിഷയങ്ങളെ പറ്റി തന്നെയാണ് എടുക്കുന്നത്. അപ്പം നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയുകയാണ്, അല്ലെങ്കിൽ ചോദിക്കുകയാണ്. നമ്മൾ ജീവിതത്തിൽ പല രീതിയിലുള്ള കമ്മിറ്റ്മെന്റുകളിൽ നമ്മൾ ഏർപ്പെടാറുണ്ട് അല്ലെ? ഞാൻ ഇന്ന കാര്യം ഇതായിട്ട് ചെയ്യും, നിർബന്ധമായിട്ട് ചെയ്യും എന്നുള്ള ചില കമ്മിറ്റ്മെന്റുകൾ നമ്മൾ എല്ലാവരും ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അൻസാരി സാർ കൂടെ ഉണ്ട്, ഒരു ടീച്ചർമാര് പറയുക, ഈ വർഷം എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും 100% വിജയിക്കും, അതിലൊരു 40% പേർക്ക് ഫുൾ A+ കിട്ടും. അങ്ങനെ ഒരു കാര്യം ഏൽക്കുക, ദാറ്റ് ഈസ് എ കമ്മിറ്റ്മെന്റ്. അതിനെ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയാം. അപ്പൊ ഈ കമ്മിറ്റ്മെന്റ് എത്രത്തോളം അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയം എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇത് ടീച്ചറുടെ മാത്രം കാര്യമല്ല. ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഈ കൊല്ലം എൻ്റെ ബിസിനസ് 1 crore സെയിൽസിൽ എത്തിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരേറ്റെടുത്തിരിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അത് എത്രത്തോളം അത് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് അവരുടെ വിജയം എന്ന് പറയുന്നത്. അങ്ങനെ ഏത് മേഖലയിലെടുത്താലും അതിന് അങ്ങനെയുള്ള ചില കമ്മിറ്റ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെന്റുകൾ അത് നമുക്ക് ഒരു സ്കോർ രൂപത്തിൽ എടുത്തുകൊണ്ട് ഒരു റേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് അത് വെച്ച് അളക്കാൻ പറ്റും. അങ്ങനെയുള്ള റേറ്റിങ്ങിനായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബുദ്ധിപരമായ ലെവല് നമ്മൾ അളക്കുന്നുണ്ട്. അതിനെ നമ്മൾ IQ എന്ന് വിളിക്കും അല്ലേ? നമ്മുടെ ഇമോഷണൽ കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ ഒരു അളവുകോലിന് നമ്മൾ എന്താ വിളിക്കുന്നത്? എല്ലാവരോടും ഇന്ററാക്ഷൻ കൂടെ ഒന്നിച്ചു അതായിരിക്കും നല്ലത്. നമ്മുടെ ഇമോഷൻ ലെവലിൽ നമ്മൾ അളക്കുന്ന അതിനെന്ത് പറയും? നമ്മൾ EQ, ഇമോഷണൽ ക്വോഷ്യൻ എന്ന് പറയും. അത് ഇപ്പോഴത്തെ കാലത്ത് ഇന്റർവ്യൂവിനൊക്കെ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഘടകമാണ് EQ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഫിസിക്കൽ ഇതായിട്ടുള്ള ജോലി വേണമെന്ന് ഇത് ആവശ്യമുള്ളവരാണെങ്കിൽ, പ്രത്യേകിച്ച് മിലിറ്ററി പോകും അല്ലെ പോലീസൊക്കെയാണ്, അവർ
ശാരീരികമായ അളവുകൾ എടുക്കും. അതിനെ PQ എന്ന് പറയും, ഫിസിക്കൽ ക്വോഷ്യന്റ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റെടുക്കുന്ന ചില കമ്മിറ്റ്മെന്റുകൾ അത് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് എത്രത്തോളം മീറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ പറ്റി അളന്ന് നമ്മളോട് പറയുന്ന സ്കോറായിട്ട് പറയുന്ന കുറെ ഏജൻസികളുണ്ട്. ആ ഏജൻസികൾ തരുന്ന റേറ്റിങ്ങിനെയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റിനെ കുറിച്ചായിരിക്കും പറയുന്നത് അല്ലേ? ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് മാത്രം ആയിക്കൊള്ളണമെന്നില്ല, കൂടുതലും ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് മെയിൻ ആയിട്ട്. അവരുടെ മെയിൻ ആയിട്ടുള്ള വരുന്നില്ല ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് ആയാലും അങ്ങനെ മാത്രം ആയിക്കൊള്ളണമെന്നില്ല. പല രീതിയിലുള്ള ഇതുപോലുള്ള കമ്മിറ്റ്മെന്റുകളുണ്ട്. അത് നടപ്പാക്കാനുള്ള നമ്മുടെ കോമ്പിറ്റൻസ് എവിടെയാണ്, ആ കോമ്പിറ്റൻസ് ലെവലാണ് ഇവിടെ അളവ് വരുന്നത്. നമുക്ക് മേജർ ആയിട്ടുള്ള ഈ ക്രെഡിറ്റ് ഏജൻസീസ് ഉള്ള ചില ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. നമുക്ക് ആദ്യം ഇത് ഇന്ത്യ ഡെഫിനിഷൻ ആണെങ്കിലും ഒഫീഷ്യലായിട്ട് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ അതിൻ്റെ PPT ഒന്ന് ഷെയർ ചെയ്യുകയാണ് എല്ലാവരുടെയും അനുവാദത്തോടും. സാർ കാണാമല്ലോ അല്ലേ? കാണാം സാർ. കാണാം, ഓക്കെ. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയാനുള്ളത്, ഇറ്റ് ഈസ് ആൻ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ഓർഗനൈസേഷൻ ടു ഫുൾഫിൽ ദെയർ കമ്മിറ്റ്മെന്റ് ബേസ്ഡ് ഓൺ ദെയർ പ്രീവിയസ് ഡീലിങ്സ്. അതായത് പ്രീവിയസ് അവരുടെ ഡീലിങ്സ് വെച്ചിട്ടാണ് അവർക്ക് ഈ കമ്മിറ്റ്മെന്റ് മീറ്റ് ചെയ്യാനുള്ള കോമ്പിറ്റൻസി എന്താണ് എന്ന് അളക്കാൻ പറ്റും. അതിനെയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റ് റേറ്റിംഗ് പൊതുവെ പോപ്പുലറായിട്ടും ആൾക്കാർ അറിയപ്പെടുന്നത് ലോണുമായിട്ട് ബന്ധപ്പെട്ട ബാങ്കിങ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ ക്രെഡിറ്റ് റേറ്റിംഗ് മെയിൻ ആയിട്ട് മേജർ ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തതാണ് ബാങ്ക് ലോൺ ക്രെഡിറ്റ് റേറ്റിംഗ്. അതൊരുമാതിരി എല്ലാവർക്കും അറിയാം. ഈ ബാങ്ക് ലോൺ ക്രെഡിറ്റ് റേറ്റിംഗ് നമുക്ക് തരുന്ന ഒരു ഏജൻസി എങ്കിലും നമുക്ക് അറിയാൻ തോന്നുന്നു. കാരണം ഒരു ഏജൻസിയുടെ പേര് വളരെ പോപ്പുലറാണ്. എന്താന്ന് പറയാൻ പറ്റും, ഏതാന്ന് പറയാൻ പറ്റും. മിക്കവാറും കുറെ ആൾക്കാരൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഒരു ബജാജ് ക്രെഡിറ്റ് റേറ്റിംഗ് കൊടുക്കുന്ന ഇതല്ല. പോപ്പുലർ ആയിട്ട് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിബിൽ എന്ന് കേട്ടിട്ടുണ്ടാവും. സിബിൽ കേട്ടിട്ടില്ലേ? ഓക്കെ, അവരാണ് ഏറ്റവും വലിയ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. ഇന്ത്യൻ കമ്പനിയാണ് അത്. നമ്മൾ അതിലേക്ക് പോവാം. ബാങ്ക് ലോൺ ആണ് ഒരു പ്രധാന ക്രെഡിറ്റ് റേറ്റിംഗ്. ഈ ബാങ്ക് ലോൺ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോൺ കൊടുത്തു കഴിയുമ്പോൾ ഇന്ന ദിവസം കഴിയുമ്പോൾ മുതൽ ഇത്ര രൂപ വെച്ച് അവർ തിരിച്ചടച്ചോളാം എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് അവർ ഏറ്റെടുക്കുകയാണ്. ഈ കമ്മിറ്റ്മെന്റ് പ്രീവിയസ് ആയിട്ട് ഇവൻ എങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി അവനെ കൊണ്ട് ആ കമ്മിറ്റ്മെന്റ് തീർച്ചയായിട്ടും അതാണ് അവന്റെ ഹാബിറ്റ്. ആ ഹാബിറ്റ് ഉള്ള നല്ല ഹാബിറ്റുള്ള ഒരു മനുഷ്യനാണോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി അറിയുവാൻ, അസസ് ചെയ്യാനായിട്ടാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ബാങ്കുകാർ ഇപ്പോൾ നോക്കുന്നത്. അത് മാത്രമല്ല, ഇന്ന് എല്ലാ ബാങ്ക് ലോണിൻ്റെയും ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്നുള്ളത്. അതുകൊണ്ട് ക്രെഡിറ്റ് റേറ്റിംഗിന് അത്രയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് ബാങ്ക് ലോൺ ക്രെഡിറ്റ് റേറ്റിംഗ്. അതിനെപ്പറ്റിയാണ് കൂടുതൽ നമ്മൾ അതിലേക്ക് പോകും. അടുത്ത ഒന്നാണ് കോർപ്പറേറ്റ് ഡെറ്റ് റേറ്റിംഗ്. കോർപ്പറേറ്റുകൾ ബാങ്കിൽ നിന്ന് അല്ലാണ്ട് തന്നെ അവർ പല രീതിയിലുള്ള ബോറോയിങ്സ് ചെയ്യുന്നു. ഡിബഞ്ചേഴ്സ് മേടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചില മറ്റു ഫണ്ടുകളുണ്ട്, വെഞ്ചേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള പല പല രീതിയിൽ അവർ ഡയറക്റ്റ് ബോറോയിങ്സ്. അങ്ങനെ ബാങ്കിൽ നിന്നുള്ള ബോറോയിങ്സ് ആണെങ്കിലും മറ്റുള്ള ഡയറക്റ്റ് ബോറോയിങ്സ് ആണെങ്കിലും ഇങ്ങനെയുള്ള ഈ കോർപ്പറേറ്റിന് അവരുടെ ഡെറ്റ് മാനേജ് ചെയ്യാനുള്ള റേറ്റ് അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി അളക്കുന്നതാണ് കോർപ്പറേറ്റ് ഡെറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ്. ഗവേണൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ കൺട്രോളിങ് റേറ്റ്. അതായത് ഒരു കോർപ്പറേറ്റിന് ആ സ്ഥാപനത്തെയും അതിൻ്റെ ഫിനാൻസിനെയും മറ്റു കാര്യങ്ങളെയെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് അളക്കുന്ന ഒരു റേറ്റിംഗ് ആണ് കോർപ്പറേറ്റ് ഗവേണൻസ് റേറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അടുത്ത ഒന്നാണ് ഫിനാൻഷ്യൽ സെക്ടർ റേറ്റിംഗ്. അതായത് ഏതൊരു രാജ്യത്തിൻ്റെയും ഏതൊരു നാടിൻ്റെയും സാമ്പത്തിക ഘടനയെ നിശ്ചയിക്കുന്ന അവരുടെ ഫിനാൻഷ്യൽ സെക്ടർ സ്ഥാപനങ്ങൾ. അപ്പൊ മൊത്തത്തിൽ ആ രാജ്യത്തെ ഫിനാൻഷ്യൽ സെക്ടറിന്റെ അവർ ഏക്കുന്ന കമ്മിറ്റ്മെന്റുകളെല്ലാം മീറ്റ് ചെയ്യാൻ അവരെ കൊണ്ടാവുന്നുണ്ടോ എന്നുള്ള ആ മൊത്തമുള്ള ഫിനാൻഷ്യൽ സെക്ടറിന്റെ റേറ്റിംഗ് അളക്കുന്നതാണ് ഫിനാൻഷ്യൽ സെക്ടർ റേറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരു റേഷ്യാണ് ഇഷ്യൂർ റേറ്റിംഗ്. ഇഷ്യൂർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ ആ ഫിനാൻഷ്യൽ സെക്ടറിലുള്ള ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ സ്ഥാപനത്തിനെ മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന് അവരുടെ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് എല്ലാം മീറ്റ് ചെയ്യാനുള്ള കോമ്പിറ്റൻസ് എത്രയാണ് എന്ന് അളക്കുന്ന അത് ഒരു സ്ഥാപനത്തിന്റെ മാത്രമാണ്, മറ്റേ ഒരു സെക്ടറിന്റെ മൊത്തമാണ്. അതാണ് ഇഷ്യൂർ റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു റേറ്റിംഗ്. അടുത്ത ഒന്നാണ് ഇൻഫ്രാസ്ട്രക്ചർ റേറ്റിംഗ്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ളവർക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടപ്പാക്കാനുള്ള അവരുടെ കപ്പാസിറ്റി, അതിനെ അളക്കുന്ന, അവരുടെ എബിലിറ്റി അളക്കുന്ന, അവർ മീറ്റ് ചെയ്യുന്ന കമ്മിറ്റ്മെന്റ് അവരെങ്ങനെ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അസസ് ചെയ്യുന്ന റേറ്റിംഗ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ റേറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ഇതാണ് ഇൻഷുറൻസ് സെക്ടർ റേറ്റിംഗ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പണ്ട് ഒരു ഗവൺമെന്റ് 2-3-4 ഗവൺമെന്റ് ഇൻഷുറൻസ് സ്ഥാപനങ്ങളെ ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല, ഒരുപാട് പ്രൈവറ്റ് സെക്ടർ ഇൻഷുറൻസ് മേഖലയിൽ കടന്നു വരികയും അവരും നമ്മുടെ മേഖലയിൽ പ്രവർത്തിക്കുകയും. ഈ ഇൻഷുറൻസ് സെക്ടറിലുള്ള സ്ഥാപനങ്ങൾ അവരുടെ ക്ലെയിംസ് സെറ്റിൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവരുടെ കമ്മിറ്റ്മെന്റ് അവരെങ്ങനെ മീറ്റ് ചെയ്യുന്നു, അത് മീറ്റ് ചെയ്യാൻ അവരെ കൊണ്ടാവുന്നുണ്ടോ, അവരുടെ കോമ്പിറ്റൻസി എന്താണ്, അങ്ങനെയുള്ളതെല്ലാം അളക്കുന്നതാണ് ഇൻഷുറൻസ് സെക്ടർ റേറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുവെ ഇൻഷുറൻസ് കമ്പനികളെല്ലാം അവരുടെ ലൈഫ് ഇൻഷുറൻസിലൊക്കെ അവരുടെ കമ്മിറ്റ്മെന്റ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഹെൽത്ത് ഇൻഷുറൻസ് ധാരാളം കംപ്ലൈന്റുകൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഹൗ ദേ ആർ മീറ്റിംഗ് എന്നുള്ള അളക്കുന്നതാണ് ഇൻഷുറൻസ് സെക്ടർ റേറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒന്ന് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷെയറുകളിലോ മറ്റൊന്നിലും നമുക്ക് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്കുള്ള നോളജ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചില ഫണ്ടുകളെ ഏൽപ്പിക്കും. ആ ഫണ്ടുകൾ നമുക്ക് വേണ്ടി പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്യും, അതിൻ്റെ റിട്ടേൺ നമുക്ക് തരും. അതാണ് മ്യൂച്വൽ ഫണ്ടുകൾ. ആ മ്യൂച്വൽ ഫണ്ടുകൾ അവരുടെ ജോലികൾ എത്ര ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്, അവരവരുടെ കമ്മിറ്റ്മെന്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ, അതിലുള്ള അവരുടെ കോമ്പിറ്റൻസ് എന്താണ് എന്ന് അളക്കുന്നതാണ് മ്യൂച്വൽ ഫണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് മേജറായിട്ട് കോമൺ ആയിട്ടുള്ള റേറ്റിംഗ് ഏജൻസീസ് ഉള്ള മേഖലകൾ. ഇതല്ലാണ്ട് പല മേഖലയുണ്ട്. മേജറായിട്ടുള്ള മേഖലകൾ ഇതാണ്. ഇതിനകത്ത് ഇനി നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്ന ബാങ്ക് ലോൺ ക്രെഡിറ്റ് റേറ്റിങ്ങിനെ പറ്റിയാണ്. കാരണം അതിനെപ്പറ്റി കൂടുതൽ പറയാനാണ് എനിക്ക് എന്തെങ്കിലും ഒരു കോമ്പറ്റൻസി. മറ്റുള്ളതിനെ പറ്റി പറയാൻ എന്താന്ന് പറഞ്ഞു എന്നുള്ളതിനപ്പുറം കൂടുതൽ പറയാനുള്ള അധികമുള്ളൊരു കോമ്പറ്റൻസി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിലേക്ക് പോകുന്ന ബാങ്ക് ലോൺ. കാരണം ആ മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഓക്കെ, ബാങ്ക് ലോൺ ക്രെഡിറ്റ് റേറ്റിങ്ങിനെ പറ്റി നമുക്ക് എന്താണ് ബാങ്ക് ലോൺ? ബാങ്ക് ലോൺ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുമ്പോൾ ബാങ്കുകൾ പല രീതിയിലുള്ള വായ്പ പദ്ധതികൾ കൊടുക്കും. അതിനെ മേജർ ആയിട്ടുള്ളതാണ് ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റി എന്ന് പറയും. ഫണ്ട് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ അവരുടെ ഫിസിക്കൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു, അവിടെ ആക്ച്വൽ ഫണ്ട് വരുന്നുണ്ട്. അതായത് ഒരു വായ്പ എടുത്ത് അതിൻ്റെ ഫണ്ട് അവർക്ക് കൊടുക്കും. അങ്ങനെ ഉള്ള വായ്പ കൊടുക്കുന്ന ആൾക്കാർ, ഈ വായ്പ മേടിക്കുന്ന ആൾക്കാർ, അവരേറ്റെടുക്കുന്ന കമ്മിറ്റ്മെന്റ്സ്, അതായത് അവര് ഇന്ന ദിവസം ഇത്ര രൂപ വെച്ച് കൃത്യമായി എനിക്ക് തിരിച്ച് അടച്ചോളാം എന്നുള്ളതാണ് ഈ ബോറോവർ ഏറ്റെടുക്കുന്ന കമ്മിറ്റ്മെന്റ്. അത് അവനെ കൊണ്ട് എത്ര മീറ്റ് ചെയ്യാൻ പറ്റും, അവൻ പാസ്റ്റിൽ അവൻ എങ്ങനെയൊക്കെ അത് ചെയ്തിട്ടുള്ളത്, ഫ്യൂച്ചറിൽ അവൻ ഏറ്റെടുക്കുന്നത് ഈ ഫാസ്റ്റ് ചെയ്ത അതേ രീതിയിൽ തന്നെ ചെയ്യും എന്നുള്ള ആ ഒരു എക്സ്പെക്റ്റേഷൻ അതിന് ഈ റേറ്റിംഗ് ഏജൻസീസ് അവന് മാർക്ക് കൊടുത്തുകൊണ്ട് അവന്.
ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ അവരുടെ ആവശ്യം ഞങ്ങൾ കൊടുക്കുന്ന ഈ ഫണ്ടുകൾ അത് കൃത്യസമയത്ത് തിരിച്ചു വരണം എന്നുള്ളത്. തിരിച്ചു വന്നാൽ മാത്രമേ ആ ഫണ്ട് എടുത്ത് ഫർദർ ലെൻഡ് ചെയ്യാൻ ബാങ്കുകളെ പറ്റി സമ്മതിക്കും. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഓവർ ഡ്യൂ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ 90 ദിവസം കഴിഞ്ഞാൽ അത് NPA ആയിട്ട് പിന്നീട് അതിൽ നിന്നും ഒരു ഇൻട്രസ്റ്റ് പോലും എടുക്കാൻ ബാങ്കുകൾക്ക് പെർമിഷൻ ഇല്ല. അതാ അൺലെസ് ഹി ഗോട്ട് ഇറ്റ് റീപെയ്ഡ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ കൊടുക്കുന്ന വ്യക്തി അവൻ വളരെ നന്നായി ഇത് റീപേ ചെയ്യും എന്നുള്ളത് ഒരു ഉറപ്പ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. അത് ഇവൻ കൊടുക്കുന്ന വായ്പകൾ മേടിക്കുന്ന ആൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അതിനുള്ള കോമ്പിറ്റൻസി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ബാങ്കുകൾ ഈ ബാങ്ക് ലോൺ ക്രെഡിറ്റ് റേറ്റിംഗ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞ ഫണ്ട് ബേസ്ഡിന്റെ കാര്യം. നോൺ ഫണ്ട് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ എക്സാമ്പിൾ എന്താണ്? എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാം. എല്ലാവർക്കും അറിയാം, എന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കും. എന്താണ് നോൺ ഫണ്ട് ബേസ്ഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി? എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാം. ഷെയർ അല്ല, ഷെയറിന് നമ്മൾ ഫണ്ട് അലോട്ട് കൊടുക്കണം, അപ്പോഴേ നമ്മൾക്ക് ഷെയർ കിട്ടും. ഞാൻ തന്നെ പറയാം സാറേ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഗ്യാരണ്ടി കൊടുക്കണം, ഫിനാൻഷ്യൽ ഗ്യാരണ്ടി ഇല്ലേ? അങ്ങനെയുള്ള ഇത് നമുക്ക് സാഹചര്യം വരില്ലേ? ബാങ്ക് ഗ്യാരണ്ടി, ദാറ്റ് ഈസ് ദ നോൺ ഫണ്ട് ബേസ്ഡ്. ഒരു ഗ്യാരണ്ടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളുടെ ഫണ്ട് അവിടുന്ന് പോകുന്നില്ല. ഫണ്ട് കൊടുക്കേണ്ടതിന്റെ ആവശ്യം ബാങ്കിന് വരുന്നത് ഈ വ്യക്തി അവൻ ഏറ്റെടുത്ത കർത്തവ്യം നിർവഹിക്കാൻ അവന് ഡീഫാൾട്ട് വന്നാൽ മാത്രമേ ബാങ്കിന്റെ ഫണ്ട് പോവുകയുള്ളൂ. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെന്റ് ബാങ്കിന്റെ ഭാഗത്തുണ്ട്. ഇവൻ അത് മീറ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ തന്നോളാം. അതാണ് ബാങ്ക് ഗ്യാരണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടെ ഒരു ബാങ്ക് ഒരു വായ്പ അനുവദിക്കുക തന്നെയാണ്, പക്ഷെ അതിനകത്ത് ഫണ്ട് ഡയറക്റ്റ് ഇൻവോൾവ് ആകുന്നില്ല. ഇൻവോൾവ് ആകുന്നത് ഇങ്ങനെയുള്ള ഒരു ഡീഫാൾട്ട് അതിൻ്റെ ഭാഗത്ത് വന്നാൽ മാത്രം. അതിനാണ് ബാങ്ക് ഗ്യാരണ്ടി. അപ്പൊ ബാങ്ക് ഗ്യാരണ്ടി പോലെയുള്ള നോൺ ഫണ്ട് ബേസുകൾ പലതും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ് കേട്ടിട്ടില്ല? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൊടുക്കാന്നുണ്ട്. അതൊക്കെ നോൺ ഫണ്ട് ബേസ് വരുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങനെയുള്ള കേസുകളിലും ഇതുപോലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് തീർച്ചയായിട്ടും നോക്കിയാണ് ബാങ്കുകൾ ആ പാർട്ടിയുടെ കപ്പാസിറ്റി അസസ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് ബാങ്ക് ലോൺ ക്രെഡിറ്റ് റേറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, അത് ഒരു എൻറ്റിറ്റിയുടെ അവൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കുമ്പോൾ അവൻ ആ ഫിനാൻഷ്യൽ സ്ഥാപനം അവരുടെ ഈ കമ്മിറ്റ്മെന്റ് എല്ലാം എത്രയധികം മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നറിയുന്നതിന് ഉള്ള ഒരു മെത്തേഡാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ്. ഓക്കെ, അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അടുത്ത് നമുക്ക് നോക്കാം ഈ ക്രെഡിറ്റ് റേറ്റിംഗിന് വേണ്ട ഒരു സ്കോർ അലോട്ട് ചെയ്യും. ആ സ്കോർ എടുക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഇങ്ങനെയുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി കമ്പനികളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പാസ്വേഡ് തരും. ആ പാസ്വേഡ് വെച്ച് നമ്മൾ അതിനകത്ത് കയറണം. അതിനകത്ത് ഒരു കോളമുണ്ട്, നോ യുവർ സ്കോർ. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പേഴ്സണലൈസ് ക്രെഡിറ്റ് സ്കോറിലേക്ക് പോകാൻ പറ്റും. അവിടെ നമ്മൾ കുറച്ച് ഇതെല്ലാം ഫില്ല് ചെയ്യാനുണ്ട്. അത് ഓൺലൈനായിട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് നമ്മുടെ പേര് വേണം, ഡേറ്റ് ഓഫ് ബർത്ത് വേണം, നമുക്കിടെ ഇൻകം എത്രയാന്ന് വേണം. ഇൻകം എന്ന് പറഞ്ഞാൽ അതൊരു ഇത്ര കറക്റ്റ് വേണമെന്നില്ല, ഒരു റഫ് ഇൻകം ഉണ്ടാകണം. പിന്നെ നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫിന്റെ നമ്പർ വേണം, ഏതെങ്കിലും ഒന്നുമില്ല പാൻ കാർഡ് അല്ലെ ആധാർ അല്ലെ തിരിച്ചറിയൽ കാർഡ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരെണ്ണത്തിന്റെ ഒരു പ്രൂഫ് അതിനകത്ത് കൊടുക്കണം. നമ്മുടെ ഫുൾ അഡ്രസ് വിത്ത് പിൻ കോഡ് അതിനകത്ത് ഉണ്ടാകണം. ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ ഉണ്ടാകണം, ലാൻഡ് ഫോൺ ഓർ മൊബൈൽ. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് നിർബന്ധമായിട്ടുണ്ടാകണം. അതോടൊപ്പം ഈ പാർട്ടി എന്ത് ലോണാണ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്
അവൻ ചോദിച്ചിരിക്കുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളതിനെ പറ്റി ഒരു റഫായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ആണ് ഈ സ്ഥാപനം, ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. ആ റേറ്റിംഗ് ഏജൻസി അവരുടെ കയ്യിലുള്ള സകല റെക്കോർഡും വെച്ച് ഇത് ഈ അവർ കൊടുക്കുന്ന ഈ കമ്മിറ്റ്മെന്റിന് മീറ്റ് ചെയ്യാൻ അവനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അവനെ കൊണ്ട് എത്രയധികം സാധിക്കും എന്നുള്ളതിന് അവരൊരു സ്കോർ ഇട്ടുതരും. ആ സ്കോറാണ് ഈ ബാങ്ക് ലോൺ ക്രെഡിറ്റ് റേറ്റിംഗിനായിട്ട് എടുത്തു നോക്കുന്ന സ്കോർ. ആ സ്കോർ വെച്ചാണ് ഇവന് ലോൺ കൊടുക്കാവോ ഇല്ലയോ എന്ന് ബാങ്കുകൾ തീരുമാനിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ക്രെഡിറ്റ് റേറ്റിംഗ് കൊടുക്കുന്നതിന് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഏജൻസി, എല്ലാ ഏജൻസിയും ഞാൻ പറയുന്നില്ല, മേജറായിട്ടുള്ള ചില ഏജൻസികളുടെ പേര് ഇവിടെ തരാം. അതിനകത്ത് പറയുന്ന ഒന്നാണ്, ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ സിബിൽ. സിബിൽ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം ആണ്. ആ സിബിലിന്റെ ഇതാണ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അതാണ് അതിൻ്റെ ഫുൾ ഫോം. ഇതിന് ഒരു സ്ഥാപനം, ഒരു ലിമിറ്റഡ് കമ്പനിയാണിത്. ആ കമ്പനിയുടെ പേരാണ് ഈ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അതാണ് സിബിൽ എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലുള്ള ഒരു കമ്പനിയാണ്. ഗവൺമെന്റ് അംഗീകരിച്ച് അങ്ങനെയല്ലാണോ? അല്ലല്ല, ഇതെല്ലാം പ്രൈവറ്റ് ഏജൻസികളാണ്. ഇതൊന്നും ഗവൺമെന്റിന്റെ ഇതുണ്ട്, പെർമിഷൻ ഉള്ളവരാണ്, പക്ഷെ ഇതെല്ലാം പ്രൈവറ്റുകളാണ്. ഓക്കെ. അടുത്ത ഒരെണ്ണമാണ് ക്രിഫ് എന്ന് പറയും. അത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഇതൊരു വിദേശ കമ്പനിയാണ്. അവർ ഇന്ത്യയിൽ വന്ന ഒരു സബ്സിഡറി കമ്പനിയുണ്ട്. അതിന്റെ പേരാണ് ഹൈമാർക്ക് ക്രെഡിറ്റ് ഇൻഫർമേഷൻ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കമ്പനികളും ഇവിടെ ക്രെഡിറ്റ് റേറ്റിംഗ് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനികളിൽപ്പെട്ട ഒന്നാണ്. അടുത്ത ഒന്നാണ് ഇക്വിഫാക്സ്. ഇക്വിഫാക്സ് ഇത് ഒരു വിദേശ കമ്പനികളിൽ നിന്നും ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു കമ്പനിയാണ്. ആ ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന കമ്പനിയുടെ പേരാണ് ഇക്വിഫാക്സ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പേരുള്ള കമ്പനി. അടുത്ത ഒന്നാണ് എക്സ്പീരിയൻ. ഇതും വിദേശ കമ്പനി തന്നെയാണ്. എക്സ്പീരിയൻ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനി ഓഫ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പം ഇന്ത്യയിലുള്ളതിൽ മേജറായിട്ടുള്ള 4 കമ്പനികളാണ്. ഇതല്ലാതെയും വേറെ കുറെ കമ്പനികളുണ്ട്. മേജറായിട്ടുള്ള പ്രധാനപ്പെട്ട ബാങ്കുകളെല്ലാം കൂടുതൽ ഉപയോഗിക്കുന്ന കമ്പനികൾ ഇത് 4 അതിലെല്ലാവരും കൂടുതൽ ഉപയോഗിക്കുന്നത് സിബിലാണ്. കോമൺ മാൻ കൂടുതൽ അറിയാവുന്ന പേരും സിബിൽ തന്നെയാണ്. ഇനി അടുത്തത്, ഇതിന്റെ അവർ ക്രെഡിറ്റ് സ്കോർ കൊടുക്കുന്നതിന് അവരുപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് കൊടുക്കുന്ന മാർക്ക് ഏതെല്ലാം റേഞ്ച് വരും നമുക്ക് നോക്കാം. അല്ല, അവര് ഇത് മാർക്ക് അലോട്ട് ചെയ്യുന്നതിന്റെ ബേസ് ഒന്നാമത്തെ ബേസ് ഈ പാർട്ടിക്കുള്ള ഇൻകം എത്രയാണെന്ന് നോക്കും. മൊത്തം ഇവനുള്ള ഇൻകം കപ്പാസിറ്റി എത്രയാണ്, ഇവനുള്ള ഇൻകം എത്രയാണെന്ന് നോക്കും. രണ്ടാമത്തത് ഇവൻ മൊത്തം എടുത്തിട്ടുള്ള വായ്പ എത്രയാണെന്ന് നോക്കും. പിന്നെ നോക്കുന്ന അവൻ ഇതിനു മുമ്പ് ഏതെങ്കിലും വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്നും. ഈ ഫാക്ടേഴ്സ് ആണ് ഈ സ്കോർ അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. ഒന്ന് ഇൻകം, മറ്റൊന്ന് അഡ്വാൻസ്, മറ്റൊന്ന് ഇവൻ ഇതിനു മുമ്പ് റീപേയ്മെന്റിൽ വരുത്തിയിട്ടുള്ള ഡീഫോൾട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇത് വെച്ച് അവരൊരു സ്കോർ അലോട്ട് ചെയ്യും. ആ സ്കോർ വെച്ചാണ് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ പേരാണ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിലാണ് ഈ മാർക്കുകളെല്ലാം. ആ മാർക്ക് വെച്ചുകൊണ്ടാണ് ബാങ്കുകൾ ഇയാൾക്ക് വായ്പ കൊടുക്കാവോ ഇല്ലയോ എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നത്. ഇതിനകത്ത് ഇതിന്റെ ഇന്ന മാർക്ക് വരെ ഉള്ളവർക്ക് കൊടുക്കാവൂ എന്ന് ബാങ്ക് ഒരു തീരുമാനം എടുക്കും. അതായത് ലോവർ ലെവലിൽ ബ്രാഞ്ചിൽ ഒരു മാനേജർ ഉണ്ടെങ്കിൽ, ലോൺ കൊടുക്കുന്ന മാനേജർ ആണെങ്കിൽ ആ മാനേജർക്ക് എത്ര സ്കോർ വരെയുള്ള ആൾക്കാർക്ക് ലോൺ കൊടുക്കാം എന്നുള്ളൊരു തീരുമാനം. അതിൽ കുറവുള്ളവർക്ക് കൊടുക്കാൻ ആ മാനേജർക്ക് പവർ ഇല്ല. അതിൽ കൂടുതൽ മാർക്കുള്ളവർക്ക് മാത്രമേ കൊടുക്കാനുള്ള അധികാരം. അടുത്തത്
ഇതിനകത്ത് മാർക്ക് ഇടാൻ വേണ്ടി, സ്കോർ ഇടാൻ വേണ്ടി ഈ സ്ഥാപനം എടുക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ഇവർ കൊടുക്കുന്ന മാർക്കാണ് ജനറൽ ആയിട്ട് ഇവർ അംഗീകരിച്ചിട്ടുള്ള ഒരു മാർക്ക് 300 മുതൽ 900 വരെയുള്ള മാർക്ക്. ഏറ്റവും കുറവ് 300, കൂടുതൽ 900. ഇനി ബാങ്കുമായിട്ട് ഒരു ഫിനാൻഷ്യൽ ഇടപാടും നടത്തിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനമായിട്ട് ഒരു ഫിനാൻഷ്യൽ ഇടപാടും നടത്താത്ത അനേക ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാർക്ക് എടുക്കുമ്പോൾ അതിന്റെ പേരാണ്, കിട്ടുന്ന മാർക്കാണ് -1. -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരു ഫിനാൻഷ്യൽ ഇടപാടും ഇല്ല, അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് -1. -1കാരെ സംബന്ധിച്ചിടത്തോളം വായ്പ കൊടുക്കുന്നതിന് തടസ്സം ഇല്ല. പക്ഷെ തടസ്സം വരുന്നത് മറ്റേ മാർക്കിൽ വരുന്ന ഗ്രേഡിൽ അനുസരിച്ചാണ് തടസ്സങ്ങൾ വരുന്നത്. ഇനി അടുത്ത ആ ഗ്രേഡിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് ബോറോവർ ഐഡന്റിറ്റി, ഞാൻ മുമ്പ് പറഞ്ഞ അതിനകത്ത് വേണ്ട മാൻഡേറ്ററി ഫീൽഡ്സ് ഞാൻ മുമ്പ് പറഞ്ഞു. നെയിം ഓഫ് ദ ബോറോവർ, ഡേറ്റ് ഓഫ് ബർത്ത്, അവരുടെ ജെൻഡർ വേണം, ഫുൾ അഡ്രസ് വിത്ത് പിൻകോഡ്, ടെലിഫോൺ നമ്പർ, എയ്തർ ലാൻഡ് ഓർ മൊബൈൽ, ID പ്രൂഫ്, ഏതെങ്കിലും ഒന്നിന്റെ നമ്പർ വേണം. ഓക്കെ, അത്രയും കൊടുക്കണം. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് സമ്മറി എന്നുള്ള പറഞ്ഞൊരു ഫാക്ടർ വരും. അതിലാണ് ഇവര് എത്രമാത്രം ലോൺ എടുത്തിട്ടുണ്ട്, അത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് എന്നാണ്, ക്ലോസ് ചെയ്തത് എന്നാണ്, എത്ര എമൗണ്ട് ആണ് അവർ എടുത്തിട്ടുള്ളത്, അതിനകത്ത് ഓവർ ഡ്യൂ വല്ലതും വരുത്തിയായിരുന്നു, അതിനകത്ത് ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എത്രയുണ്ട്, ഇത് കൂടാതെ ഇവൻ എടുത്ത ഏതെങ്കിലും വായ്പ എഴുതി തള്ളിയിട്ടുണ്ടോ, തിരിച്ചടയ്ക്കാതെ ബാങ്കുകൾ എഴുതി തള്ളി കളഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അവൻ തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള തുക കുറച്ചുകൊണ്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കൃത്യമായിട്ട് ഉണ്ടാവും ഈ റിപ്പോർട്ടിൽ. അപ്പോൾ ഒരാൾക്കൊരു വായ്പ കൊടുക്കുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇവന്റെ തിരിച്ചടവ് സ്വഭാവം എന്താണ്, അവന്റെ ഫിനാൻഷ്യൽ ഡീലിങ്സിൽ അവന്റെ ഇടപാട് എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതാണ് അതിൻ്റെ കൂടെ. ഇനി അടുത്തൊരു ഫാക്ടർ കൂടെ ഉണ്ട്. അടുത്തത്, ഇവൻ ഈ ക്രെഡിറ്റ് റേറ്റിങ്ങിനെ സംബന്ധിച്ച്, ഈ വ്യക്തിയെ സംബന്ധിച്ച് ആരെല്ലാം എൻക്വയറി നടത്തിയിട്ടുണ്ട്. ഇവൻ ചിലപ്പോൾ പല 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 സ്ഥാപനങ്ങളിൽ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ പോയായിരിക്കും ലോൺ അന്വേഷിച്ച്, അവരെല്ലാം ചിലപ്പോൾ ഇതുപോലുള്ള റേറ്റിംഗ് നോക്കിയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി റേറ്റിംഗ് എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാർക്ക് കുറഞ്ഞു പോകും. ആ കാരണത്താണ്. കാരണം ഇവന് പലരും പല രീതിയിൽ ഇവനെ ഡിസ്കറേജ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ അവന് കൊടുക്കുകയല്ലെന്ന് പറഞ്ഞ്, അപ്പൊ അവൻ വേറെ സ്ഥലത്ത് പോകും. അവിടെ നമുക്ക് എന്തെങ്കിലും തടസ്സം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വേറെ സ്ഥലത്ത് പോകും. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവന്റെ ഇടപാട് ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അവന് അത് മാർക്ക് കുറയാൻ ഒരു ഘടകത്തിൽപ്പെട്ട ഒരു കാര്യം. ഓക്കെ, ഇത്രയും ഫാക്ടർ വെച്ചാണ് ഒരു മാർക്ക് അലോട്ട് ചെയ്യുന്നത്. ഇനി അവർ കൊടുക്കുന്ന മാർക്ക് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലെങ്കിൽ അതിന്റെ ലെവൽ എങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന് ലോ റിസ്ക് എന്ന് പറയും. അതായത് ബാങ്കുകൾ കൊടുക്കുന്ന വായ്പകളെല്ലാം വരുവോ തിരിച്ചടച്ച് കിട്ടില്ലേ എന്നുള്ളതാണ് ബാങ്കിനെ സംബന്ധിച്ചുള്ളത് അതിന്റെ റിസ്ക്. ഇപ്പോൾ എല്ലാ പദ്ധതികളുടെയും റിസ്ക് ബേസ് എന്താണെന്ന് നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ആ റിസ്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ലോ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 750 മുകളിൽ, നമ്മൾ പറഞ്ഞു 300 മുതൽ 900 വരെയാണ് മാർക്ക്. 750 മുകളിൽ മാർക്കുള്ള ഒരാളാണെങ്കിൽ അവൻ സംബന്ധിച്ചിടത്തോളം അവൻ ലോ റിസ്ക്കാണ്. അവന് കൊടുക്കുന്നതുകൊണ്ട് വലിയ റിസ്ക് ഇല്ല ബാങ്കിന്. അപ്പൊ അവന്റെ ക്രെഡിറ്റ് വർത്തിനെസ്, അവന് കൊടുക്കാനുള്ള സാധ്യത, അവൻ ഒരു എക്സലന്റ് ക്രെഡിറ്റ് വർത്തിയുള്ള ഒരാളാണ്. അവനെ സംബന്ധിച്ച് ലോൺ കൊടുക്കാനുള്ള സാധ്യത വെരി ഗുഡാണ്. അവനെ സംബന്ധിച്ച് ലോൺ കൊടുക്കാൻ ബാങ്കിന് വലിയ തടസ്സങ്ങൾ ഇല്ല. 750 ആൻഡ് എബോവ് മാർക്കുള്ള ഒരാളെ സംബന്ധിച്ച് അത് ലോ റിസ്ക് ആണ്. രണ്ടാമത്തെ റിസ്ക് ആണ് നോർമൽ റിസ്ക്. നോർമൽ റിസ്ക് എന്ന് പറയുമ്പോൾ 750 താഴെയുള്ളതാണ്, 700 മുതൽ 749 വരെയുള്ളത്. അതാണ് നോർമൽ റിസ്ക്. ഈ നോർമൽ റിസ്കിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ക്രെഡിറ്റ് വർത്തിനെസ് മോശമില്ല, അവർക്ക് ലോൺ കിട്ടാനുള്ള സാധ്യതയും കുറവില്ല. പക്ഷേ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം
അവരുടെ കയ്യിലുള്ള ഫണ്ട് എത്രയാണ് എന്ന് വെച്ചിട്ടുണ്ടാണ് അവർ ഏത് റേറ്റിലുള്ള ആൾക്കാർ മുതലാണ് കൊടുക്കുക, മാനേജർക്ക് പവർ കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ടതാണ്. ഒരു ബാങ്കിന് ഒരു സമയം ഫണ്ടിന് ഇച്ചിരി ടൈറ്റ് ആണെങ്കിൽ അവരെപ്പോഴും റേറ്റ് കൂട്ടിവെക്കും. കാരണം അവർക്ക് കൊടുക്കാനുള്ള ഫണ്ടിന്റെ സപ്ലൈ വളരെ കുറവാണ്. ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ചെയ്യാൻ അവർക്ക് ഫണ്ടില്ല. അങ്ങനെ വരുമ്പോൾ അവർ റേറ്റ് കൂട്ടിവെക്കും. കാരണം അത്രയും വരുന്നവർക്കെല്ലാം അതിന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ആ കാരണത്താൽ തന്നെ ആൾക്കാർ ഒഴിവാക്കാം. അപ്പം ചിലപ്പോൾ 750 എന്നാണ്. ഇനി ഫണ്ട് സർപ്ലസ് ഉണ്ടെങ്കിൽ അവർ റേറ്റ് താത്തി വെക്കും. അപ്പൊ 700 മുതലും. ആ രീതിയിൽ ഓരോ സമയത്തും ബാങ്കുകൾ ആ കാര്യത്തിലൊരു അവരുടെ ഫണ്ട് മാനേജർമാർ അതിനൊരു ഡിസിഷൻ എടുക്കും. അത് വെച്ചാണ് ഇങ്ങനെയുള്ളത് തീരുമാനിക്കുന്നത്. അടുത്ത മൂന്നാമത്തതാണ് മോഡറേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. 650 മുതൽ 699 വരെ. അത് സാറ്റിസ്ഫാക്ടറി ആണ്. പക്ഷേ വായ്പ കിട്ടാനുള്ള സാധ്യത അത്ര എളുപ്പം ഉണ്ടാകില്ല. ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കും. അതാണ് സാധ്യത. ഇനി അവസാനത്തെ ഒരു കാറ്റഗറിയാണ് ഹൈ റിസ്ക്. ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ 650-ലും താഴെയുള്ളവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വായ്പ കിട്ടാൻ ഒരു സാധ്യതയില്ല. അതിൽ താഴെയുള്ളവർക്ക് ബാങ്കുകൾ വായ്പ തരികയില്ല. ഓക്കെ, അപ്പം ഇതാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം. ഇത് മാത്രമല്ല, ഇപ്പോൾ നോർമൽ ഉള്ള ഒരു ബാങ്കിന്റെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിന്റെ മാനേജർക്ക് കൊടുത്തിരിക്കുന്ന പവർ 750 ആണെങ്കിൽ ഒരാളുടെ 700 ആണ് അവന്റെ മാർക്കെങ്കിൽ ഈ സ്ഥാപനത്തിന് ലോൺ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ ഹയർ അതോറിറ്റിക്ക് ചിലപ്പോൾ 700 മുതലുള്ള വായ്പ അനുവദിക്കാനുള്ള പവർ ഉണ്ടാകും. അല്ലെങ്കിൽ ആ പവർ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഈ വായ്പ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് സാങ്ഷൻ മേടിക്കാൻ പറ്റും. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ റേറ്റ് കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരോട് ഒരു റിക്വസ്റ്റ് കൊടുക്കാം. സാറിന് സാങ്ഷൻ ചെയ്യാൻ പവർ ഇല്ലെങ്കിൽ പോലും സാറിന്റെ ഹയർ അതോറിറ്റിക്ക് വേണമെങ്കിൽ സാങ്ഷൻ ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വായ്പ പാസ്സായി കിട്ടാൻ കുറച്ചുകൂടെ ചിലപ്പോൾ താമസം വരും എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വിട്ടുവീണേലും നമുക്ക് സാങ്ഷൻ വാങ്ങിക്കാം. അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം പല ലെവലിൽ ഉള്ള ഓഫീസുകളുണ്ട്. ഒരെണ്ണത്ത് സാധാ മാനേജർ ഇരിക്കുന്നതായി, വേറെ അടുത്തൊരു വലിയ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ചിൽ വലിയ ആളായിരിക്കും ഇരിക്കുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ കുറഞ്ഞ മാർക്കുള്ളവർക്കും അലോട്ട് ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമുക്ക് ഇവിടെ കിട്ടിയില്ലെങ്കിൽ അവിടെ ചെന്ന് വേണേലും മേടിക്കാനുള്ളൊരു സാധ്യത, അത് വേണേലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഒരു വായ്പ ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്കോറിന്റെ പല പല റേറ്റുകൾ. പണ്ട് ഈ 4 കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റേറ്റിംഗ് ഗ്രേഡ് പലതായിരുന്നു. ഇപ്പൊ അതെല്ലാം കൂടെ ഒരു യൂണിഫോം ആക്കിക്കൊണ്ട് എല്ലാവരുടെയും റേറ്റിംഗ് ഈ ഒരെണ്ണം. ഈ റേറ്റിംഗ് ഇതൊന്നു തന്നെയാണെങ്കിൽ പോലും ഈ സ്ഥാപനങ്ങൾ റേറ്റ് അലോട്ട് ചെയ്യുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പല ഘടകങ്ങൾ പ്രകാരമാണ് റേറ്റ് അലോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് പ്രകാരം പല രീതിയിലായിരിക്കും. അപ്പോൾ ഒരു കമ്പനിയുടെ ഇപ്പൊ സിവിലിന്റെ റേറ്റ് 750 ആണെങ്കിൽ അല്ലെങ്കിൽ 750 താഴെയാണെങ്കിൽ നമ്മൾ ക്രിപ്പിന്റെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 750 മുകളിലായിരിക്കാം ഒരു പക്ഷേ. അപ്പൊ ഒന്നിന്റെ റേറ്റ് ഇച്ചിരി കുറവാണെങ്കിൽ മറ്റേത് എടുത്തുകൊണ്ട് വേണേലും നമുക്ക് ഇത് കിട്ടാനൊരു സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ അവരോട് ചോദിച്ചുകൊണ്ട് ഇനി മറ്റേന്റെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പറ്റുമോ എന്നുള്ള റിക്വസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതായത് ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവന് വായ്പ കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവര് ഈ ഒരു സാധ്യത ഇല്ലെങ്കിൽ അടുത്തോടെ ഒന്ന് ഓപ്റ്റ് ചെയ്യാൻ അവർ നോക്കും. നേരെ മറിച്ച് ഇവനെ ഒഴിവാക്കണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ ആ ഓപ്ഷന് പോവുകയില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അത് പിന്നെ ഫിനാൻഷ്യൽ സ്ഥാപനത്തിലുള്ള ഒരു ഇന്റേണൽ സീക്രട്ട് ആണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അടുത്തത് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാൻ പറ്റുന്നത്. നമ്മുടെ റേറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഉള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം,
നമ്മൾ ഫണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മേടിക്കാം. ബോറോ ഫണ്ട്സ് ഓൺലി വെൻ നീഡഡ്. അത് മാത്രമല്ല, നമുക്കത് തിരിച്ചടയ്ക്കാനുള്ള പ്ലാൻ ആൻഡ് കപ്പാസിറ്റി ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫണ്ടിന് പോകാം. ഫണ്ട് നമുക്ക് ആവശ്യമില്ലെങ്കിൽ വെറുതെ അനാവശ്യമായി ഫണ്ട് എടുത്തിട്ടുണ്ട് നമ്മളൊരു ബാധ്യത വരുത്തി വെക്കരുത്. അത് പിന്നീട് ഭാരമായിട്ട് അത് നമ്മുടെ റേറ്റിനെ പിന്നെ ഭാവിയിൽ ബാധിക്കും. രണ്ടാമത്തത്, നമ്മൾ ഒരു ബിസിനസ്സിനാണ് വായ്പ എടുക്കുന്നതെങ്കിൽ ഈ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ബിസിനസ് വഴി നമുക്ക് അഡീഷണൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കാൻ പോകാവൂ. അല്ലെങ്കിൽ അതിന് പോകരുത്. അത് നമുക്ക് അഡീഷണൽ ബേർഡനായിട്ട് വരും. ഈ അഡീഷണൽ റവന്യൂ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ റവന്യൂ ഉപയോഗിച്ച് തന്നെ നമുക്ക് റീപേ ചെയ്യാൻ സാധിക്കും. അത് ഒരു സാധ്യതയാണ്. മൂന്നാമത്തെ കാര്യം, കീപ് ദ ഫ്രീക്വൻസി ഓഫ് ആപ്ലിക്കേഷൻ ലോ. നമ്മൾ എന്തിനും ഏതിനും പോയി വായ്പ എടുക്കുന്ന ഒരാളായി ആകരുത്. നമ്മൾ ആവശ്യങ്ങൾ അറിഞ്ഞു, നമ്മുടെ ഫണ്ടിന്റെ സോഴ്സും അറിഞ്ഞ് ആവശ്യം അനുസരിച്ച് മാത്രം വായ്പ എടുക്കും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരും അങ്ങനെയല്ല. നമ്മളിൽ കൂടുതലുള്ളവരും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. പക്ഷെ എല്ലാ മനുഷ്യരും അങ്ങനെ കിട്ടുന്ന എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരാണ്. അപ്പൊ ആ ഒരു സ്വഭാവം മാറിക്കഴിഞ്ഞാൽ അതിന് ഒരു ഗുണം കിട്ടും. മൂന്നാമത്തെ മറ്റൊന്ന്, ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ സ്ഥാപനം നമ്മുടെ അപേക്ഷ നിരസിച്ചെങ്കിൽ വീണ്ടും വേറൊരു സ്ഥാപനത്തിൽ അതേ വായ്പയ്ക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പലയിടത്തും ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ മാർക്ക് കുറയാൻ ഇടയാവും. അതിന് നമ്മൾ ഇടയാകരുത്. നമ്മളെ ആരെങ്കിലും റിജക്റ്റ് ചെയ്തെങ്കിൽ നമ്മൾ കഴിയാവുന്ന ഒന്നുമില്ല പെൻഡിങ് വെക്കുകയോ അല്ലെങ്കിൽ ഈ വായ്പ അല്ലാണ്ട് വേറെ എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കും. അതാണ് നമ്മൾ റിജക്റ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ആയിട്ട് വേറെ എങ്ങും പോകാൻ അധികം ഇട കൊടുക്കരുത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു വായ്പ എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി സമയത്ത് അടയ്ക്കുക. അത് നമ്മൾ ഇന്ന് 27-ാം തീയതി 27-ാം തീയതി നമ്മൾ അടയ്ക്കുമെന്ന് പറഞ്ഞാൽ 27-ാം തീയതി തന്നെ കൃത്യമായി അടയ്ക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിൽ ഓരോ ഡേറ്റുകൾ നമ്മൾ കഴിയുന്നതനുസരിച്ച് വരുന്ന ചെറിയ ഡിലേക്ക് അതുപോലും നമ്മുടെ റേറ്റിങ്ങിനെ ബാധിക്കുന്ന ഒരു ഘടകം. അതുകൊണ്ട് പേ യുവർ ലോൺസ് ഇൻ ടൈം. രണ്ടാമത്തെ കാര്യം, പലരും ഡീഫാൾട്ട് ചെന്ന് വീഴുന്ന ഒരു ഘടകമാണ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് എടുക്കും, അതിന് വരുന്ന ഡേറ്റോ കാര്യങ്ങളോ നോക്കാതെ അതിനെപ്പറ്റി ഒരു പ്ലാനും ഇല്ലാണ്ട് നമ്മൾ ഫണ്ട് എടുത്തു വെക്കും. ആ ഡേറ്റിൽ തന്നെ നമ്മുടെ ഇത് ഡെബിറ്റ് ആവും. പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ട് കാണുകയില്ല. അത് ചിലപ്പോൾ അതങ്ങനെ ഇതായിട്ട് കിടക്കും. അത് കുടിശ്ശിക പോലുമായി പോകാൻ ഇടയാകുന്ന പല കേസുകളും. അപ്പൊ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കറക്റ്റ് ടൈമിന് പൈസ അല്ലെങ്കിൽ നമ്മൾ അതിന് ഫണ്ട് ഇട്ടുകൊണ്ടേ അല്ലെങ്കിൽ ആ കറക്റ്റ് ഡേറ്റിനെങ്കിലും ഫണ്ട് അവിടെ ചെല്ലത്തക്ക രീതിയിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തത്, നമ്മുടെ ഏതെങ്കിലും ഒരു വായ്പയ്ക്ക് നമുക്ക് കുറച്ച് ഡീഫാൾട്ട് വന്നുപോയി അതിൽ നമ്മൾ തിരിച്ചടയ്ക്കുന്ന വീഴ്ച വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ നമ്മളെ വിളിച്ചുകൊണ്ട് കുറച്ച് രൂപ കുറവ് തരാമെന്ന് പറയും. അതിനത് സെറ്റിൽ ചെയ്യാന്ന് പറയും. നമ്മൾ ഒരു സെറ്റിൽമെന്റിന് പോവുകയും നമ്മൾ അതിന്റെ ബാധ്യതയിൽ കുറച്ച് അവർ തരികയും ചെയ്യും. ആ തുക നമ്മൾ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സെറ്റിൽമെന്റ് ഒരു പെർമനന്റ് റെക്കോർഡായിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും അവർക്ക് കൊടുക്കുന്ന ഡേറ്റയ്ക്കകത്ത് ഉണ്ടാവും. അത് എന്നും എപ്പോഴും അത് ഈ റേറ്റിങ്ങിനെ നമ്മൾ ബാധിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് കഴിയാവുന്ന ഇങ്ങനെയുള്ള സെറ്റിൽമെന്റിന് പോകാതിരിക്കാൻ നോക്കുക. മൂന്നാമത്തത്, നമ്മൾ അത് അടയ്ക്കാതെ ആ ബാങ്കുകൾ നമ്മുടെ വായ്പ എഴുതി തള്ളുന്ന ഒരു കേസിലേക്ക് നമ്മൾ ഒരിക്കലും ഇട കൊടുക്കരുത്. അത് പലപ്പോഴും കൂടുതൽ സംഭവിച്ചിട്ടുള്ള ഈ വിദ്യാഭ്യാസ വായ്പയുള്ള കാര്യങ്ങൾക്കാണ്. അങ്ങനെയുള്ള ഇതിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കോ അവരുടെ കുടുംബത്തിൽ ഒരു വായ്പ കിട്ടുക വളരെ ബുദ്ധിമുട്ടായിട്ട്. അങ്ങനെയുള്ള റൈറ്റ് ഓഫ് ചെയ്യാൻ എഴുതി തള്ളാൻ ഒരു വായ്പയെ നമ്മൾ അനുവദിക്കരുത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ നമ്മുടെ റേറ്റിംഗ് ബെറ്റർ ആയിരിക്കും, ഇംപ്രൂവ്ഡ് ആയിരിക്കും. നമുക്കൊരു വായ്പ തരാൻ ബാങ്കുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. അടുത്തത്, ഇനി ഇതിന്റെ ഫ്രീക്വൻസി എങ്ങനെയാണ്? ഈ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് അല്ലെങ്കിൽ ഇതിനു വേണ്ട ഈ വ്യക്തിയെ പറ്റിയുള്ള റിപ്പോർട്ട് എങ്ങനെയാണ് അവർ ജനറേറ്റ് ചെയ്യുന്നത്, അതിനുള്ള സോഴ്സ് എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. അതായത് ഈ ക്രെഡിറ്റ് ഏജൻസി ആയിട്ട് എഗ്രിമെന്റ് ഉള്ള സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവര് എല്ലാ 30-45 ഡേയ്സ് വെച്ച് അവരുടെ സ്ഥാപനത്തിലുള്ള എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും ഡേറ്റ
ഈ ഫിനാൻഷ്യൽ സ്ഥാപനത്തിന് കൊടുക്കും, ഈ ക്രെഡിറ്റ് ഏജൻസിക്ക് കൊടുക്കും. ആ ഡേറ്റ വെച്ചിട്ടാണ് ഈ വ്യക്തികളെ എങ്ങനെ അസസ് ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ മാർക്ക് അലോട്ട് ചെയ്യാമെന്ന് ഈ റേറ്റിംഗ് ഏജൻസി തീരുമാനമെടുക്കുന്നത്. അതായത് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ പറ്റിയുള്ള ഡേറ്റ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ആ ഡേറ്റകൾ വെച്ചിട്ടാണ് ഇവർ ഇതിന് വേണ്ട ഒരു ഡേറ്റ ബേസ് ഉണ്ടാക്കി. അപ്പം ഒരു 30-45 ഡേയ്സ് വെച്ച് ഇവർക്ക് ഇങ്ങനെ ഇതിന്റെ ഡേറ്റ കൊടുത്തിട്ടുണ്ട്. അടുത്തു ഈ ഡേറ്റ വെച്ച് 4 മുതൽ 12 മാസത്തിനിടയ്ക്ക് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി നമ്മുടെ ഡേറ്റ അപ്ഡേറ്റ് ചെയ്തു. അതായത് 4 മുതൽ 12 വരെയുള്ള മാസത്തിനിട വിട്ടുകൊണ്ട് നമ്മുടെ ഡേറ്റ അവർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ റേറ്റ് കൂടിപ്പോവും, പഴയതിനേക്കാൾ കൂടും, അല്ലെങ്കിൽ പഴയതിനേക്കാൾ കുറഞ്ഞു. അപ്പൊ ഈ പ്രോസസ്സ് നടക്കുന്നത് 4 മുതൽ 12 മാസത്തിനുള്ളത്. നമ്മുടെ റേറ്റ് ഇപ്പോൾ കുറവാണെങ്കിൽ പോലും ചിലപ്പോൾ 12 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ റേറ്റ് കൂടിയെന്ന് വന്നു വരാം. ഇതാണ് അതിൻ്റെ ഒരു അപ്ഡേഷന്റെ പ്രോസസ്സ് നടക്കും. പിന്നെ ഈ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഇവർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിന് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഒരു ചാർജ് എടുക്കും. 550 പ്ലസ് ടാക്സ് ഉള്ള ഒരു റേറ്റ് ആണ്, കോമൺ ആയിട്ടുള്ള ഒരു റേറ്റ് എന്ന് പറയാം. ആ ഒരു ചാർജ് അവരെടുക്കും. അത് ഈ കസ്റ്റമർ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി ഇത്രയൊക്കെയാണ് ക്രെഡിറ്റ് ഏജൻസി ഇതിന് റേറ്റിങ്ങിനെ പറ്റി കൂടുതൽ അത്യാവശ്യം പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഇതിനെപ്പറ്റി ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കംപ്ലൈന്റുകൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള കംപ്ലൈന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ കംപ്ലൈന്റ് റേസ് ചെയ്യാനായിട്ട് ഇവരുടെ സൈറ്റിൽ തന്നെ സ്ഥലമുണ്ട്. അതായത് സിബിലിന്റെ അല്ലെങ്കിൽ ഇതുപോലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റിൽ നമുക്ക് പോകാം. അവിടെ ചെന്ന് അവരുടെ ഇത് വെച്ച് ലോഗിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്രെഡിറ്റ് റിപ്പോർട്ട് സെക്ഷനിൽ ഒരു ഡെസ്പ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഡെസ്പ്യൂട്ട് ഭാഗത്തെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഡെസ്പ്യൂട്ട് ആൻ ഐറ്റം എന്നുള്ളതിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിന് നമ്മുടെ ഡെസ്പ്യൂട്ട് റേസ് ചെയ്യാവും. ആ ഡെസ്പ്യൂട്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അത് എന്തെങ്കിലും അവരുടെ പ്രശ്നമാണോ എന്നുള്ളതിനെ പറ്റി അവർ നമുക്ക് ഒരു മറുപടി തരുന്നതാണ്. ഇനി അതിൻ്റെ അവരുടെ സിബിലിൻ്റെ കസ്റ്റമർ കെയറിനെ പറ്റിയുള്ള അവരുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് സിബിലിൻ്റെ ഒരെണ്ണത്തിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണിത്. ഇത് ആർക്കെങ്കിലും താല്പര്യമുള്ളവർ വേണമെന്ന് എന്തെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, അവരുടെ കോർപ്പറേറ്റ് ഓഫീസ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, അവരുടെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ ഒരു സ്ലൈഡ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗിനെ പറ്റി എനിക്ക് കൂടുതൽ പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബെനിഫിറ്റ്സ് രണ്ടു കൂട്ടർക്കും ഉണ്ട്. കസ്റ്റമർക്ക്, അതായത് നമ്മൾ ഇടപാട് നടത്തുന്ന ഒരു വ്യക്തിക്കും ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. ആ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ ഇടപാട് നടത്തുന്ന വ്യക്തി, നമ്മൾ വായ്പ എടുക്കാൻ പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ നല്ല റേറ്റിംഗ് ഉള്ള ഒരു ആളാണെങ്കിൽ ആ ആളിന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലോൺ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവനെ സംബന്ധിച്ചിടത്തോളം വലിയ കുറികളൊന്നും ഇല്ലാണ്ട്, വലിയ എൻക്വയറി ഒന്നും അധികമില്ലാണ്ട് അവനെ സംബന്ധിച്ച് ലോൺ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അവനെ സംബന്ധിച്ചുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവായിരിക്കും. ഞാൻ ഇടയ്ക്ക് ആദ്യം പറഞ്ഞിരുന്നു, അതായത് ഇപ്പോൾ എല്ലാ ബാങ്കുകളും റേറ്റിന് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. എല്ലാ മനുഷ്യർക്കും കൊടുക്കുന്ന റേറ്റ് ഒന്നല്ല, ഒരു വായ്പയ്ക്ക് തന്നെ പല പല റേറ്റുകളുണ്ട്. ആ റേറ്റുകൾ അലോട്ട് ചെയ്യുന്നതിന്, ആ റേറ്റ് കൊടുക്കുന്നതിന് അവരെടുക്കുന്ന ഒരു കാര്യമാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് എന്നാണ്. എക്സലന്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ആണെങ്കിൽ അവന്റെ റേറ്റ് കുറവായിരിക്കും, അല്ലാത്തവനാണെങ്കിൽ അവന്റെ റേറ്റ് കൂടുതലായിരിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല എക്സലന്റ് റേറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ വായ്പ പലിശ നമുക്ക് കുറവ് വരും. അത് വലിയൊരു ബെനിഫിറ്റാണ്. ആ ബെനിഫിറ്റ് നമ്മളെപ്പോഴും എൻജോയ് ചെയ്യാൻ നോക്കണം. അതിന് നമുക്ക് നല്ല റേറ്റിംഗ് ഉണ്ടാകും. അടുത്തത്, ഇങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു വായ്പ എടുത്ത ശേഷം അടുത്ത വായ്പ എടുക്കാൻ പോവുകയാണെങ്കിൽ
വായ്പ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം. ഇനി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, അതായത് ഈ വായ്പ എടുക്കാൻ വേണ്ടി ചോദിച്ചു വരുന്ന വ്യക്തികളുടെ അവന്റെ വായ്പ ഹിസ്റ്ററി എന്താണ്, അവന്റെ ചരിത്രമാണ്, അവന്റെ പ്രീവിയസ് ഹിസ്റ്ററി എന്താണ്, വളരെ കൃത്യമായ ഒരു വിവരം, ഒരു റിപ്പോർട്ട് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് കിട്ടും. അവൻ വെളിയിൽ പോയി അല്ലാണ്ട് ഉള്ള കൊളോക്കലായിട്ടുള്ള എൻക്വയറി ഒന്നും അധികം നടത്താതെ ഇവനെ പറ്റിയുള്ള ഏതാണ്ട് എല്ലാ വിവരങ്ങളും ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ കിട്ടും. അതൊരു മെച്ചമാണ്. രണ്ടാമത്തത്, ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് അവന്റെ പഴയ തിരിച്ചടവ് സ്വഭാവം എന്താണ്, അവൻ കൃത്യമായി അടച്ചിരിക്കുന്നവനാണ്, മേടിച്ചാൽ കൊടുക്കുന്നവനാണ്, ആ ഒരു സ്വഭാവം എന്താണെന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് അറിയാൻ ഇതൊരു സഹായിയാണ്. പിന്നെ അടുത്തതാണ്, ഈ വ്യക്തിക്ക് അവന്റെ കമ്മിറ്റ്മെന്റ് മീറ്റ് ചെയ്യാനുള്ള അവന്റെ കോമ്പറ്റൻസ് എത്രയാണ്. അതായത് കാരണം അവന്റെ വരുമാനം എല്ലാം നമുക്ക് കൃത്യം അറിയാം. അപ്പൊ അത് വെച്ച് ഇവൻ ഇത്രയും വായ്പ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി അവനുണ്ടോ എന്ന് ഈ ക്രെഡിറ്റ് ഏജൻസി അസസ് ചെയ്യുന്നു. അത് അറിയാനും ഇൻസ്റ്റിറ്റ്യൂഷനെ ഇത് സഹായിക്കും. അടുത്തത്, ഈ വ്യക്തിയെ ഇങ്ങനെയുള്ള നല്ല റേറ്റിംഗ് ഉള്ള ആൾക്കാരുടെ തിരിച്ചടവ് വളരെ മെച്ചമായിരിക്കും. അതുകൊണ്ട് ബാങ്കിന്റെ വായ്പകൾ ഡീഫാൾട്ട് ആകില്ല, NPA ആകില്ല, നോൺ പെർഫോമിങ് അസറ്റ് ആകാതെ അവനെ സഹായിക്കും. ഇത്രയൊക്കെ ഹെൽപ്പ് ഇത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. എന്നാലും ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി മറ്റുള്ള ഏത് ഇതുപോലെ തന്നെ 100% കറക്റ്റ് ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. ഇത് നല്ല റേറ്റിംഗ് ഉള്ളവരുടെയും ഭാഗത്ത് ചിലപ്പോൾ പിന്നീട് അവന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എല്ലാം മാറാം. അങ്ങനെയുള്ള സാഹചര്യം ചിലപ്പോൾ ഡീഫാൾട്ടൊക്കെ വന്നെന്ന് പറയാം, അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷെ എന്നിരുന്നാലും ഇതൊരു ബേസാണ്. ആ ബേസ് വെച്ചാണ് ഇത്രയൊക്കെയാണ് ഈ സബ്ജക്റ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ അവസാനത്തേക്ക് പോവുകയാണ്. നമ്മൾ ഇതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ മുമ്പ് പറഞ്ഞത് തന്നെയാണ്. അതായത് ഒരു ആളെ സംബന്ധിച്ചിടത്തോളം, കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അവന് പെട്ടെന്ന് ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ റേറ്റ് വളരെ കുറവായിരിക്കും. അടുത്ത് അവന് ഏത് ഫിനാൻഷ്യൽ ആവശ്യം അന്വേഷിച്ച് ചെന്നാലും വായ്പ കിട്ടാനുള്ള എളുപ്പം. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവനും ഇതുപോലെ തന്നെ ഈ ആളെ കൃത്യമായിട്ട് അറിയാൻ പറ്റും, അവൻ്റെ സ്വഭാവം അറിയാൻ പറ്റും, അവൻ്റെ തിരിച്ചടവ് കപ്പാസിറ്റി അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇവൻ ലോണിലധികം ഡീഫാൾട്ടൊന്നും വരുത്താതെ വലിയ NPA ലെവലിലേക്ക് പോകാതെ ഇത് സൂക്ഷിക്കാൻ തക്കവണ്ണം ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് ഒരു ഹെൽപ്പായിട്ട് നിൽക്കുകയാണ്. ഇത്രയൊക്കെയാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് എന്നുള്ളതിനെ പറ്റി നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി ഈ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, അതിന് ഞാൻ മറുപടി പറയുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ സാർ, തോമസ് സാർ വളരെ ഞാൻ ഈ സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്യാമല്ലോ അല്ലേ സാർ? സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ശരി. താങ്ക് യു സാർ, വളരെ ക്രിയേറ്റീവ് ആയിട്ടൊരു ക്ലാസ് ആയിരുന്നു. പക്ഷേ ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണെന്നും പലപ്പോഴും ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണെന്ന് പലപ്പോഴും നമുക്കും അറിയത്തില്ലായിരുന്നു. നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അവർ ഓക്കെ ആണെന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ മെത്തേഡ് എന്നൊന്നും ഒത്തിരി അറിയത്തില്ല. അത് സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നമ്മുടെ ഹ്യൂമൻ കമ്മിറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെടുമ്പം EQ, IQ, SP അല്ലെങ്കിൽ PQ, SQ ഇതൊക്കെ പോലെ തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെടുന്ന പ്രത്യേകിച്ച് ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവര് നമ്മളെ റേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്, ഒരു മെഷർമെന്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഏറ്റെടുക്കുന്ന ഫിനാൻഷ്യൽ കമ്മിറ്റി എത്രമാത്രം കോമ്പിറ്റൻസോട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിലയിരുത്താൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി തരുന്ന ഒരു സ്കോറിംഗ് ആണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഫുൾഫിൽമെന്റ് എത്രമാത്രം സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തു, പ്രീവിയസ് ഹിസ്റ്ററിയെ, പ്രീവിയസ് ഫീലിങ്സിനെ ബേസ് ചെയ്തു എന്നുള്ളതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്കോറായിട്ട് ഇതിനെ കാണാം. പല രീതിയിലുള്ള മെത്തേഡുകളുണ്ട്. ബാങ്ക് ലോൺ ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട്, കോർപ്പറേറ്റ് ഡെപ്റ്റ് ഉണ്ട്, കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ സെക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുണ്ട്, ഇൻഷുറൻസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട് റേറ്റിംഗ്. സാർ അത് ബാങ്ക് ലോൺ ക്രെഡിറ്റ് റേറ്റിംഗിനെ കുറിച്ചാണ് സാറ് കൂടുതലായിട്ട് സംസാരിച്ചത്. എത്രമാത്രം തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഒരാൾക്കുണ്ട്
അല്ലെങ്കിൽ എത്രമാത്രം എക്സ്പെക്ടേഷൻ ലെവൽ ഉണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ചോളം എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രധാനമായിട്ടും നോൺ ഫണ്ട് ബേസ്ഡും ഫണ്ട് ബേസ്ഡും ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. നോൺ ഫണ്ട് ബേസ്ഡ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ ഗ്യാരണ്ടി, ബാങ്ക് ഗ്യാരണ്ടി, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഫണ്ട് ബേസ്ഡ് എന്ന് വെച്ചാൽ ലോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പ്രധാനമായിട്ടും കുറെ ഇൻഫർമേഷൻസ് ക്രെഡിറ്റിന്റെ വെബ്സൈറ്റിൽ നമുക്ക് കുറെ ഇൻഫർമേഷൻസ് ഒക്കെ ആഡ് ചെയ്യേണ്ടി വരും. പ്രധാനമായിട്ടും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഏജൻസീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സിബിലാണ്, രണ്ട് ക്രിഫ് ആണ്, പിന്നെ ഇക്യുഫാക്സ്, എക്സ്പീരിയൻ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഏജൻസി. പല ഏജൻസികളും വിദേശ ഏജൻസികളാണ്. ഇന്ത്യയുടെ ഏജൻസി സിബിലാണ്. ദെൻ പിന്നെ ഉള്ളത് പ്രോസസ്, എങ്ങനെയാണത് ക്രെഡിറ്റ് റേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനാ പറഞ്ഞത്. അതിനുവേണ്ടി നമുക്കൊരു ക്രെഡിറ്റ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ സ്കോർ ഉണ്ടാക്കണം. ആ സ്കോറിന്റെ ലെവൽ അനുസരിച്ച് അതിന്റെ റിസ്ക് കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബാങ്കിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് പ്രധാനമായിട്ടും ലോ, ഹൈ, അതുപോലെ തന്നെ ഡിസൈഡ്, അങ്ങനെ പല മോഡറേറ്റ് റിസ്ക്, ഹൈ റിസ്ക്, ഇങ്ങനെയുള്ള കാറ്റഗറിയിലേക്ക് തിരിക്കും. 4 തരം കാറ്റഗറി. 750 സ്കോറിന് മുകളിലുള്ളത് ലോ റിസ്ക് ആണ്. അല്ലാത്ത അതിനുശേഷം 700 മുതൽ 749 വരെ വെരി ഗുഡ് ആണ്. അതിന് താഴെ 650 മുതൽ 690 വരെ മോഡറേറ്റ് റിസ്ക്കും, ബിലോ 650 ആണെങ്കിൽ ഹൈ റിസ്ക്കുമാണെന്നാണ് അതിന്റെ റേറ്റിംഗ് ലെവൽ പറയുന്നത്. പിന്നെ ജനറലി യൂണിഫോം റേറ്റിംഗ് ആണ് സാധാരണ ഉള്ളത്. പക്ഷെ എന്നാലും അതിൻ്റെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം. അപ്പൊ അത് മനസ്സിലാക്കുകയാണെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലോൺ കിട്ടുന്നില്ലെങ്കിൽ മറ്റൊരു റേറ്റിംഗുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് അതിനെ ഉപയോഗിക്കാം. പിന്നെ ഇതിന്റെ പ്രധാനമായിട്ടുള്ള എങ്ങനെയാണ് ഇത് ഇംപ്രൂവ് ചെയ്യുന്നതിന്, ക്രെഡിറ്റ് റേറ്റിംഗ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ലോൺ അടയ്ക്കാൻ താമസിക്കുക, കറക്റ്റ് സമയത്ത് അടയ്ക്കാതിരിക്കുക, ക്രെഡിറ്റ് കാർഡിന്റെ പൈസ കറക്റ്റായിട്ട് അടയ്ക്കാതിരിക്കുക, ആവശ്യമില്ലാതെ ലോൺ എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ക്രെഡിറ്റ് റേറ്റിംഗിന്റെ ചിലപ്പോൾ സാധ്യതകൾ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അത് ശ്രദ്ധയോടുകൂടി അത് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇതിനൊരു റേറ്റിംഗ് ഒരു എമൗണ്ട് ഉണ്ട്, ഒരു 550 പ്ലസ് ടാക്സ് എമൗണ്ട് നമ്മൾ കസ്റ്റമർ അത് പേ ചെയ്യേണ്ടി വരും ഇതിന്റെ റേറ്റിംഗിന് വേണ്ടി കമ്പനിക്ക് കൊടുക്കാൻ. പിന്നെ ഇതുകൊണ്ട് ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട്. പ്രധാനമായിട്ടും കസ്റ്റമറിനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും, അതായത് ഇൻസ്റ്റിറ്റ്യൂഷനാണോ ലോൺ കൊടുക്കുന്ന ആ ലോണിനും വളരെ കൃത്യതയോടുകൂടി കസ്റ്റമറെ അറിയാനും കസ്റ്റമറിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് അറിയാനും ഒക്കെ ഇത് ഉപകരിക്കും. ഇപ്പോൾ ക്രെഡിറ്റ് സിസ്റ്റം നമ്മൾ അറിയുന്നില്ലെങ്കിൽ പോലും നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഇതാണെന്ന് ക്രെഡിറ്റ് സിസ്റ്റത്തിലൂടെ, ക്രെഡിറ്റ് റേറ്റിംഗിലൂടെ സാർ അത് വളരെ കൃത്യമായി മനസ്സിലാക്കി തന്നു. താങ്ക് യു വെരി മച്ച് സാർ, വളരെ നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഈ ഒരു വിഷയത്തെ കുറിച്ച്. സാർ, കൃഷിക്ക് നമ്മൾ ലോൺ എടുത്തിട്ട് കൃഷിനാശം സംഭവിച്ചെന്ന് പറഞ്ഞ് നമ്മൾ ഇത് കൊടുത്ത അത് റേറ്റിംഗ് കുറയോ? അതിനെ കൃഷിനാശത്തിന്റെ ഇതിനെ റേറ്റിങ്ങിനെ ബാധിക്കുന്നതായിട്ട് പറയുന്നില്ല. പക്ഷേ എന്തെങ്കിലും കൃഷിനാശം വരുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിലയിൽ ഞാൻ വേറൊരു വിഷയം പറയുന്നത്, നമ്മൾ ഈ കൃഷിനാശം വരുമ്പോൾ അതെന്തെങ്കിലും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു വിപത്തുണ്ടായിട്ടാണ്, ഒന്നുമില്ല വെള്ളപ്പൊക്കം ഉണ്ടായി അല്ലെങ്കിൽ വറുതി ഉണ്ടായി, ഇങ്ങനെയൊക്കെയാണ് ഗവൺമെന്റ് ചില നഷ്ടപരിഹാരങ്ങൾ പ്രഖ്യാപിക്കും. അങ്ങനെ സംഭവം ഉണ്ടാകാറുണ്ടല്ലോ. അങ്ങനെയുള്ള നഷ്ടപരിഹാരം സംഭവിക്കുമ്പോൾ ആ നഷ്ടപരിഹാരം കിട്ടുന്ന ഡീഫാൾട്ട് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടില്ല. അതുകൊണ്ട് ഡീഫാൾട്ട് ഇല്ലാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുവരെ ഡീഫാൾട്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സംബന്ധിച്ച് കിട്ടും. ലോൺ തിരിച്ചടവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അയാൾക്ക് അത് കിട്ടാൻ സാധ്യതയില്ല, അല്ലെ? കിട്ടാൻ സാധ്യതയില്ല. അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ അത് ഇങ്ങനെയുള്ളത് വരുന്നത് ക്രെഡിറ്റ് റേറ്റിങ്ങിനെ ശരിക്കും ബാധിക്കേണ്ട കാര്യമില്ല. പിന്നെ ഓരോ ഫാക്ടറിന്റെ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് അതിനെപ്പറ്റി കൃത്യം അസസ് ചെയ്യാൻ, കൃത്യം പറയാൻ പറ്റും. അത് ഓരോ കേസ് അനുസരിച്ച് വ്യത്യാസം വരുന്നതാണ്. ഓക്കെ. അവന് ഒരു വ്യക്തിയായിട്ട് ഉണ്ടാക്കുന്ന ഡീഫാൾട്ട് എന്താ, അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ടത്. മറ്റിങ്ങനെയുള്ള ഫാക്ടറി കൊണ്ട് വരുന്നതല്ല. ഓക്കെ. ഫ്ലഡ് വന്നു, അപ്പൊ നമ്മള് കൃഷി ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റിയില്ല. ഓക്കെ. അത് നമ്മുടെ ഒരു ഡീഫാൾട്ട് അല്ലല്ലോ. അതുകൊണ്ട് എഴുതി തള്ളുവോ? അത് എഴുതി തള്ളുന്ന റേറ്റുമായിട്ട് ബന്ധമില്ല. അത് ഗവൺമെന്റ് ആണല്ലോ തീരുമാനിക്കുന്നത്. എഴുതി തള്ളാവോ ഇല്ല, ഗവൺമെന്റ് ഒരു ഡിസിഷൻ എടുക്കൂല. അതനുസരിച്ച് വരും. ഓക്കെ. താങ്ക് യു സാർ. ഇപ്പൊ നമ്മൾ ഈ കൺസ്യൂമർ ലോണൊക്കെ എടുക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ തന്നെ ബജാജ് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ലോണൊക്കെ എടുത്ത്, അല്ലെ, 0% ഇൻട്രസ്റ്റിൽ ഇപ്പൊ എടുക്കുന്ന ലോണൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ അവിടെ എല്ലാം ഇങ്ങനെയുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവര് അത് നോക്കി ഇത് നോക്കി മാത്രമേ അവർ തരുള്ളൂ, പ്രത്യേകിച്ച് പ്രൈവറ്റ്.
അവർ നമ്മളവിടെ ചെന്ന് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ പെട്ടെന്ന് അവർ സ്കോർ പറയും. ഇതെങ്ങനെയാ പറയുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത് സാർ. സ്കോർ എടുക്കാനായിട്ട് അവർക്ക് പെട്ടെന്ന് പാസ്വേഡ് അടിച്ച് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റിപ്പോർട്ട് കിട്ടും. നമ്മൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അറിയാം. പക്ഷെ നമ്മുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫിന്റെ ഒരു എണ്ണത്തിനെങ്കിലും നമ്പർ അതിൽ കൊടുക്കണം. അത് നിർബന്ധം. അത് ഞാൻ മാൻഡേറ്ററി എന്ന് പറയും. അത് നിർബന്ധമായിട്ട് കൊടുത്തില്ല. ഇപ്പൊ ആധാർ മതിയായിരിക്കും അല്ലെ? ഇപ്പൊ ആധാർ മതി. ഏതെങ്കിലും ഒന്ന് മതി. ഏതെങ്കിലും ഒരെണ്ണം കൂടെ. ഈവൻ റേഷൻ കാർഡ് ആയാലും. സത്യത്തിൽ അത് ഭയങ്കര ഒരു സൗകര്യമാണ്. കാരണം ഇതുപോലത്തെ ഒരു സിസ്റ്റം ഒക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ കാര്യം പൈസ ആവശ്യമില്ലാത്തൊക്കെ മേടിക്കുമെങ്കിൽ പോലും ഇവിടെ എളുപ്പമാണ് സാധാരണക്കാർക്ക് കാര്യങ്ങളൊക്കെ നടത്താൻ. അല്ല, ബാങ്കുകൾക്ക് ഒരുപാട് മറ്റുള്ള ജനറൽ ആയിട്ടുള്ള അന്വേഷണം മാത്രം പണ്ടിങ്ങനെ ആൾക്കാരെ പറ്റി അന്വേഷിച്ചോണ്ടല്ലേ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നു. വ്യക്തിപരമായിട്ട് പോയി നോക്കുകയൊക്കെ ചെയ്യണമായിരുന്നു അല്ലെ? ഇപ്പോഴും അത് പ്രോജക്റ്റിനെ വേണ്ടി പോയി നോക്കും, അത് വേറെ. എന്നാലും ആളെങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ ഇതൊരു ഒരു ഫാക്ടറാണ്. വളരെ ഈസി ആയിട്ട് അറിയാം അല്ലെ? എന്നാലും നമ്മളൊന്ന് അന്വേഷിക്കും. ഞാനൊക്കെ കൊടുക്കുമ്പോ എന്നാലും നമ്മുടെ കസ്റ്റമറോട് തന്നെ ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. റിസ്ക് എടുക്കാതിരിക്കാം അല്ലെ? ഓക്കെ, വേറെ ആർക്കാ ഡൗട്ട് ഉള്ളത് ഇങ്ങനെയുള്ള കാര്യത്തിൽ? ഇതിന് സാധാരണ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും നമ്മളോട് കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ കുഴപ്പമില്ലല്ലേ? ലോൺ കിട്ടാതെ വരുമ്പോൾ മാത്രമേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്ര ആരും ശ്രദ്ധിക്കത്തില്ല. ഇതൊന്നും ആർക്കും നമ്മുടെ ചോദിക്കട്ടെ പറയ് സാർ. സാറേ, ഇത് ഡിബഞ്ചറിനെ കുറിച്ചിട്ട് സാറിന് എന്തെങ്കിലും അതിനെ കുറിച്ചുള്ള ഇതുണ്ടോ ഡീറ്റെയിൽസ്? ഡിബഞ്ചർ സാറ് പറഞ്ഞല്ലോ, ഡിബഞ്ചർ. അതിനെ കുറിച്ചിട്ട് ഒരു ഇൻഫർമേഷൻ തരാൻ പറ്റുമോ? ഡിബഞ്ചറിനെ പറ്റി ഇൻഫർമേഷൻ പറയുന്നത് സാറേ, സാറിന് ഷെയർ അറിയില്ലേ? ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഇതില് ചെയ്യുന്നല്ലോ പൈസ നമ്മള് എഴുതുന്നല്ലേ, ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഇത് ചെയ്യുന്നത്. ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പനിയുടെ ഒരു മുതലാളിയാകുകയാണ്. കമ്പനിയുടെ ക്യാപിറ്റലാണ് ഷെയർ. ആ ഷെയറിൽ നമ്മുടെ ഒരു പോർഷൻ കൂടെ നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുക. ക്യാപിറ്റൽ ഇടുന്നവനാണ് അതിന്റെ മുതലാളി. അപ്പൊ ഷെയർ നമ്മൾ ഒരു ഷെയർ ആയപ്പോൾ നമ്മൾ ആ മുതലിന്റെ ഒരു പെർസെന്റേജുകാരനാകുക, ഒരു അവകാശിയാകുക. അതുകൊണ്ടാണ് അതിന്റെ ഒരു ലാഭം വരുമ്പോൾ ഒരു ലാഭവീതം ഡിവിഡൻഡ് ആയിട്ട് നമുക്ക് തരുന്നത്. ഓക്കെ. നേരെ മറിച്ച് ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വായ്പയ്ക്ക് തുല്യമായിട്ടുള്ള ഒന്നാണ്. നമ്മളോട് ഒരു തുക ഇന്ന പലിശയ്ക്ക് അല്ലെ ഇന്ന റേറ്റിൽ തരാമെന്നും പറഞ്ഞ് അവൻ കടം പോലെ വാങ്ങിക്കുക. ഷെയർ ആകുമ്പോൾ അങ്ങനെയല്ല, നമ്മളാകെ ഇതിൽ അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതിനകത്ത് അവൻ ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. നേരെ മറിച്ച് ഡിബഞ്ചറെ സംബന്ധിച്ചിടത്തോളം അവനൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഞാൻ ഇത്ര രൂപ റേറ്റ് വെച്ച് ഇത്രാം തീയതി ഇവന് പലിശ കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാനുള്ള ബാധ്യത ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിക്കുണ്ട്. അത് ചുരുക്കി പറഞ്ഞാൽ അതൊരു ബാധ്യതയാണ്, കമ്പനിക്ക് ബാധ്യതയാണ്. അത് ഇഷ്യൂ ചെയ്യുന്ന ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇത് കൊടുക്കേണ്ട ഒരു ബാധ്യതയാണ്. അതായത് ബാങ്കിൽ നിന്ന് കടം എടുക്കുന്നതിന് പകരം അവൻ കസ്റ്റമറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നു. ശരി ശരി. അപ്പൊ ഈ റിസ്ക് ഏതാണ്? ഏതിനാണ് റിസ്ക്? റിസ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കുകാരുടെ അടുത്ത് മീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഈ കമ്പനിക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കസ്റ്റമർ ഡയറക്റ്റ് പൈസ കൊടുക്കുള്ളൂ. ഡിബഞ്ചർ നല്ല വിശ്വാസമുള്ളതല്ലാത്ത ആരുടെയും ഡിബഞ്ചർ ആരും എടുക്കാൻ പോവുകയല്ല. അപ്പൊ റിസ്ക് കൂടുതലാണ് ഡിബഞ്ചർ. ഡിബഞ്ചറെ സംബന്ധിച്ചിടത്തോളം ആളിന്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളവരെ ഡിബഞ്ചറെ നമ്മൾ എടുക്കാവൂ. നമ്മൾ കൊണ്ട് ഒരു ഡിബഞ്ചർ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സ്ഥാപനം അവന്റെ കപ്പാസിറ്റി എന്താണ്, അവൻ ഇത് തിരിച്ചടയ്ക്കുന്ന കൃത്യ സ്വഭാവമുള്ള ഒരു കമ്പനി ആയിരുന്നോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള ഇതിലേ എടുക്കുള്ളൂ. അപ്പൊ ബാങ്കിലെ വായ്പയെക്കാളും കുറഞ്ഞ റേറ്റിൽ ഡിബഞ്ചർ വഴി ഇവൻ എടുക്കാൻ പറ്റും ഫണ്ട്. അതാണ് ആ സ്ഥാപനത്തിന്റെ നേട്ടം. ഓക്കെ. വായ്പ കുറച്ച് കിട്ടും. വായ്പ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ കിട്ടും. പക്ഷെ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേം ആണെങ്കിൽ ഇല്ലെങ്കിൽ റിസ്ക് ആണ്. ഇല്ല, റിസ്ക് ആണ്. ഓക്കെ, അതാണത്. പക്ഷെ ഈ ഡിബഞ്ചറിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു മെച്ചമുണ്ട്. അവന് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ കിട്ടുന്നേക്കാൾ കൂടുതൽ റേറ്റ് എങ്ങനെയാണ് ഡിബഞ്ചർ ചെയ്ത് കിട്ടും. പക്ഷെ അന്നേരം ബാങ്കിലാകുമ്പോൾ നമുക്ക് ആ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയതില്ല. പക്ഷെ ഈ ഡിബഞ്ചറിൽ ഇൻ കേസ് ഇവൻ എന്തെങ്കിലും ഡിഫാൾട്ട് വന്നു പോയാൽ നമ്മുടെ പൈസ മുതല് തന്നെ പോയി, ക്യാപിറ്റൽ തന്നെ പോയി. ഓക്കെ.
അപ്പം ഇതിനകത്ത് നമുക്കൊരു ഏണിംഗ് കൂടുതലുണ്ട്, പക്ഷെ റിസ്ക് കൂടുതലാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള ചിട്ടിയിൽ കൊണ്ട് പലിശ നിക്ഷേപിക്കുന്നവരില്ല അല്ലെ? പണം അതിന് അതുപോലെ തന്നെ ഏതാണ്ട് പൊട്ടിയാ പോവില്ല, അല്ലെങ്കിൽ പൈസ കൂടുതൽ. ഇപ്പൊ നമ്മുടെ ഈ ഇതിന്റെ ഈ കോർപ്പറേറ്റ് ഹലോ സാർ, ഇതിന്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായെന്ന് തോന്നുന്നു അല്ലെ? ഇപ്പൊ മനസ്സിലല്ല, ഞാനൊരു സംശയം കൂടി ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോ കോർപ്പറേറ്റ് ഇപ്പൊ ഡിബഞ്ചർ NCD ഇഷ്യൂ ചെയ്യുമ്പോ നമ്മളത് സെക്യൂർഡ് ഇൻസെക്യൂർഡ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് RBIന്റെ ഇതില് പെർമിഷനോടുകൂടെ തന്നെയല്ലേ അവർ ചെയ്യുക? RBIയുടെ പെർമിഷനോടുകൂടി അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ സാർ. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് RBIക്ക് അപ്പൊ ഇപ്പൊ ഒരു എത്രയോ കോടി അവർ ഡിബഞ്ചർ NCD ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും പൈസ RBIയിൽ അവർ കെട്ടിവെച്ചതിന് ശേഷമേ ഇത് ചെയ്യൂ എന്നുള്ളത് പറയണ്ട, അത് ശരി തന്നെയോ? RBIയിൽ ആ ഫുൾ എമൗണ്ട് കെട്ടിവെക്കണ്ട സാർ, ഇത്ര ഒരു പെർസെന്റേജ് കെട്ടിവെച്ചാൽ മതി. അപ്പൊ നമുക്ക് സെക്യൂർഡ് തന്നെയല്ലേ? അതാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് അവര് ഫാൾട്ട് പറ്റി നമുക്ക് അപ്പൊ RBIന്റെ ലിങ്കോടുകൂടി ചെയ്യുമ്പോ നമുക്ക് അത് സെക്യൂർ തന്നെയല്ലേ? അതാ 100% കെട്ടിവെക്കുന്നില്ല സാറേ. അവരൊരു പെർസെന്റേജ് പറഞ്ഞിട്ടുണ്ട്, അത്രേ കെട്ടിവെക്കണ്ടുള്ളൂ. 100% കെട്ടിവെക്കേണ്ട കാര്യമില്ല. നമ്മള് 100% അവൻ കെട്ടിവെക്കണം, പിന്നെ നമ്മുടെ കാശിൽ നിന്ന് അവൻ എടുക്കുന്നത്. അത്രയും ഫണ്ട് അവനുണ്ട്. അവന് ഫണ്ടിന്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ടല്ലേ നമ്മളെ ബോറോ ചെയ്യുന്നത്. അതെ അതെ അതെ. ഓക്കെ. അല്ല, അതിപ്പോ പെർമിഷൻ RBIന്റെ പെർമിഷൻ കൂടെ തന്നെ ചെയ്യാല്ലേ ഇതുവരെ? RBI ഇപ്പൊ എല്ലാത്തിനും പെർമിഷൻ വേണം. തന്നെയല്ല, മുമ്പ് ഡെപ്പോസിറ്റ് എടുത്തുകൊണ്ടിരുന്ന കുറെ നോൺ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുണ്ട്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ മുത്തൂറ്റ്, അവർക്കൊന്നും ഇപ്പൊ ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റുകയില്ല. അപ്പൊ അവരെല്ലാം സ്വീകരിക്കുന്ന ഇങ്ങനെ ഡിബഞ്ചറായി. അപ്പൊ അവർക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ RBI പെർമിഷൻ ഇല്ല. പക്ഷേ അതാണ് ചോദിക്കുന്നത്. അതാണ് ഇപ്പോഴൊരു മുത്തൂറ്റ് ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, പേപ്പർ കണ്ടു. ഓക്കെ. സാറിന് മുത്തൂറ്റിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. നമ്മൾ പക്ഷേ കൂടുതലൊക്കെ തുകയ്ക്ക് പോയിരുന്നാ സാറേ. ഞാൻ അവരുടെ ഇതിനകത്ത് മുത്തൂറ്റ് ഇത് എടുത്തിട്ടുണ്ട്, ഡിബഞ്ചർ എടുത്തിട്ടുണ്ട്. അതെയോ? അപ്പൊ സാറിന് വിശ്വാസം ഉണ്ട് അർത്ഥം? ഉണ്ട്. കുറഞ്ഞൊരു തുക പോയാൽ എനിക്ക് ഇത്രയല്ലേ പോവുള്ളൂ. അതെ 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 അല്ലേ, അതെ. എത്ര ശതമാനം പലിശ കിട്ടും? എത്ര ശതമാനം പലിശ കിട്ടും ബാങ്ക് റേറ്റിനെക്കാളും? ബാങ്ക് റേറ്റിനെക്കാളും 1, 2, 3 വരെയൊക്കെ ഉണ്ട് സാറേ. അത് ഓരോ ഒരു 10% കിട്ടും. 10 ഇതൊക്കെ കിട്ടുമോ? 10 മുകളിൽ കൊടുക്കുന്നവരുണ്ട്. ഏതാണ്ട് 7 കൊല്ലം കൊണ്ട് ഡബിൾ ആക്കുന്നവരൊക്കെ ഉണ്ട്. 7 കൊല്ലം കൊണ്ട്. അത് ശരി. നോക്കാം. ഇപ്പം മുത്തൂറ്റ് കൊശമറ്റവരൊക്കെ ചെയ്യുന്നുണ്ട്. 7-7.5 കൊല്ലം കൊണ്ട് ഡബിൾ ആവും നമ്മുടെ തുക. ശരി. മറ്റേ ബാങ്ക് ഒന്നും ഒരിക്കലും അത്രയും ഡബിൾ ആകുകയല്ല. 10 കൊല്ലം അല്ലെ മോളിൽ വരും. കോപ്പറേറ്റീവ് ബാങ്കിനേക്കാളും ഒക്കെ അതിനേക്കാളും ബെനിഫിഷ്യൽ. ബെനിഫിഷ്യൽ. കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു പ്രശ്നം, അവർ ഒരിക്കലും കോമ്പൗണ്ട് തരികയല്ല, എല്ലാം സിമ്പിളാ അവരുടെ പരിപാടി. അത് അപ്പൊ കൂട്ടി തരും. സിമ്പിൾ റേറ്റാ. നമ്മൾ അന്നേരം ആവശ്യത്തിന് പലിശ എടുക്കുകയാണെങ്കിൽ മാത്രമേ അതുകൊണ്ട് മെച്ചമുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പലിശയ്ക്ക് പലിശയില്ല, അത് വെറുതെ ഐഡിയലായിട്ട് കിടക്കും. പ്രിൻസിപ്പിളിന് മാത്രമേ അവർ പലിശ തരൂ. പലിശ എടുത്തിട്ട് വീണ്ടും ഇടണം അല്ലെ? പലിശ എടുത്തിട്ട് വീണ്ടും ഇടും. അങ്ങനെയാട്ടോ. അത് നമ്മളെ സംബന്ധിച്ചൊരു പണിയല്ലേ, അതൊരു പ്രശ്നമുണ്ട്. ഇവരെല്ലാം കോമ്പൗണ്ട് തരും. അവർക്ക് 2 ഓപ്ഷനും ഉണ്ട്, സിമ്പിളും ഉണ്ട്, കോമ്പൗണ്ടും ഉണ്ട്. സിമ്പിൾ ആണെങ്കിൽ റേറ്റ് കൂടുതലാണോ? സിമ്പിൾ ആണ് റേറ്റ് കൂടുതലല്ല. നമുക്ക് അതാത് സമയത്ത് ഇൻട്രസ്റ്റ് തന്നുകൊണ്ടിരിക്കുക, ഒരു മാസം വേണമെങ്കിൽ ക്വാർട്ടറിൽ അങ്ങനെ തന്നുകൊണ്ടിരിക്കും. കോമ്പൗണ്ട് ആകുമ്പോൾ നമുക്ക് തരികയല്ല, ഇതെല്ലാം കൂടെ ഒന്നിച്ചേ തരൂ. വേറെ ആൾക്കാർക്ക് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഒന്നും ആവശ്യമില്ലാന്ന് തോന്നുന്നു. നമുക്ക് ആള് വളരെ കുറവേ ഉണ്ടായിരുന്നു. സാർ, ക്രെഡിറ്റ് റേറ്റിംഗ് സത്യം ഞാൻ പറയുന്നത്, നമ്മളിപ്പോ എത്രയോ ലോൺ എടുത്തിട്ടുണ്ട്, പക്ഷെ ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണെന്ന് അറിയാതെ തന്നെ ലോൺ തരും. ഇത് ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് സാറേ. ഇപ്പൊ ഇതിനകത്ത് വളരെ മസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ലോണിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്നത് ഇതിന്റെ റേറ്റ് വെച്ചിട്ടാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ ഇവരെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് പലരും വന്ന് പറയുമല്ലോ, ഈ നമുക്ക് ലോൺ കിട്ടത്തില്ല, ഒരു ലോൺ എടുത്തു തരാമോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ലോണൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട് അങ്ങനെ. അപ്പൊ ഇവരെന്ത് കണ്ടീഷനാണ്, ഇവരെങ്ങനെ ഇത് മനസ്സിലാകുന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എനിക്കിപ്പോ അത് എന്നാന്ന് മനസ്സിലായിട്ടേ.
ഓക്കെ ഓക്കെ. ഇന്നിപ്പോ അത് പൊതുവെ ഈ ഫിനാൻഷ്യലൊക്കെ പൊതുവെ ആളുകൾ കാരണം നമ്മുടെ ഈ ക്ലാസ്സുകൾ കൂടെ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഫിനാൻഷ്യലിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. യെസ് എല്ലാവരും സേഫ് സോണിലായിരിക്കും. സേഫ് സോണാണ്, കംഫർട്ടബിൾ സോണില്ല. പക്ഷെ കംഫർട്ടബിൾ സോൺ എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അഫർമേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആ കംഫർട്ടബിൾ നിന്ന് അപ്പുറം പോകണം, എന്നാലേ ഉള്ളൂ. നമ്മളിതിനെ കുറിച്ച് അറിഞ്ഞിരിക്കരുത്. അറിയുന്നതിന് എന്താ കുഴപ്പം? നമുക്ക് ആവശ്യമില്ല, നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. തീർച്ചയായും പറഞ്ഞു കൊടുക്കുക, അതാണ് അതിന്റെ മെച്ചം. ഒരാളല്ലെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ട് എനിക്ക് കിട്ടാത്ത എന്താന്ന് അവൻ സങ്കടപ്പെട്ട് നടക്കുമ്പോൾ അവന് ചോദിക്കാൻ ആളില്ല, നമുക്കിത് അറിയാമെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുത്തുകൂടെ? അവനോട് പറഞ്ഞു കൊടുക്കുക. പിന്നെ വേറൊരു സംശയം ചോദിക്കട്ടെ സാറേ, സാറിന് സമയമായോ? പിന്നെ ഇല്ല സാർ, പിന്നെ ഈ ബാങ്കിന്റെ തന്നെ സാർ ഇപ്പൊ കാനറ ബാങ്കിന്റെ തന്നെ ഷെയർ മ്യൂച്വൽ ഫണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ അതില് എങ്ങനെയാന്ന് അപ്പൊ നമ്മൾക്ക് അതിന്റെ ബെനിഫിറ്റ് എങ്ങനെയാന്ന് കിട്ടുക? മ്യൂച്വൽ ഫണ്ടിന്റെ ബെനിഫിറ്റ് സാറേ, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ എയിം, ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഡയറക്റ്റ് ഷെയർ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഷെയറിനെ പറ്റി അത്യാവശ്യം നമുക്കൊരു അറിവ് വേണം. ആ കമ്പനി എങ്ങനെയാണ്, അവൻ എങ്ങനെയാണ് ഇത് മീറ്റ് ചെയ്യുന്ന ആള്, അവൻ എന്തെങ്കിലും തല്ലിപ്പൊളിയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്കൊരു ചെറിയ അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ. അല്ല നമ്മുടെ ഫണ്ട് എങ്ങനെയാ പോകണമെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഈ മ്യൂച്വൽ ഫണ്ടുകാർ നമ്മളിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചിട്ട് അവർക്ക് ഇതിന്റെ ഫിനാൻഷ്യൽ പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, അവരുടെ ആൾക്കാരുണ്ട്, അവർ ഇത് ഇങ്ങനെ അസസ് ചെയ്യുന്നത്. അത് അസസ് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് പല പല ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഷെയറിന് ഇത്ര പെർസെൻറ്റേജ്, അതിനകത്ത് ഡിബഞ്ചറിന് ഇത്ര പെർസെൻറ്റേജ്, അല്ലെങ്കിൽ ഇതിന് ബോണ്ടിന് ഇത്ര പെർസെൻറ്റ്, RBIയുടെ ബോണ്ടിന് ഇത്ര പെർസെൻറ്റ്. അത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. നമ്മുടെ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് പറയാം, എൻ്റെ ഇതിനകത്ത് മുഴുവൻ ഷെയറിൽ 100% ഇട്ടോളൂ എന്ന് വേണേൽ നമുക്ക് പറയാം. അന്നേരം നമുക്ക് കിട്ടാവുന്ന റിട്ടേൺ കൂടുതലായിരിക്കും, പക്ഷേ നമ്മുടെ റിസ്ക് കൂടുതലായിരിക്കും. മറ്റൊന്ന് നമുക്ക് പറയാം, 50% ഷെയർ ഇട്ടു, 50% ബോണ്ടിൽ ഇട്ടോളൂ എന്ന് പറയും. അപ്പൊ നമുക്ക് കിട്ടുന്ന റേറ്റ് മറ്റേനേക്കാൾ ചിലപ്പോൾ അല്പം കുറവായിരിക്കും, പക്ഷെ നമുക്ക് ഒരു പരിധി വരെ സേഫ്റ്റി ഉണ്ട്. അടുത്ത അല്ലെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ 100% ബോണ്ടിൽ ഇട്ടോ. അങ്ങനെയാണെങ്കിൽ അവർ ഏറ്റവും നല്ല ബോണ്ടുകൾ വെച്ച് നോക്കി ഇടും, എന്നിട്ട് നമുക്ക് അതിന്റെ റിട്ടേൺ തരും. അപ്പം നമുക്ക് കിട്ടുന്ന ഹൈ റിട്ടേൺ ഒരു ലിമിറ്റിനകത്തായിരിക്കും. ഇങ്ങനെയുള്ള പല പല ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ തമ്മിൽ നമുക്ക് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വേണമെങ്കിൽ മാറാം, ഷിഫ്റ്റ് ചെയ്യാം. ഒരു കൊല്ലം 2-3 പ്രാവശ്യം 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്നവർ ആ ഓപ്ഷനൊക്കെ ഉപയോഗിക്കാമെങ്കിൽ അവർക്ക് മെച്ചം കിട്ടും. അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ എടുത്തോണ്ട് ചെയ്യുന്നവർക്കാണ് ഇതിന്റെ കൂടുതൽ മെച്ചം. അല്ല, ഈ ബാങ്ക് തന്നെ ചെയ്യുന്നുണ്ടല്ലോ മ്യൂച്വൽ ഫണ്ട്. ഇപ്പം ബാങ്കിന്റെ ഇപ്പൊ കാനറ ബാങ്കിന്റെ തന്നെ അവരൊരു മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നുണ്ടല്ലോ. മിക്കവാറും എല്ലാ ബാങ്കുകൾക്കും ഉണ്ട് സാർ മ്യൂച്വൽ ഫണ്ട്. അതിപ്പോ നമ്മൾക്കിപ്പോ മാറ്റാൻ പറ്റൂല, അവരെന്നല്ലേ ഇടുവാ നമ്മള് ഇത്? അല്ല സാറേ, അതിനകത്ത് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. എന്റെ ഷെയറിന്റെ ഞാൻ കൊടുക്കുന്ന ഫണ്ടിൽ എത്ര പെർസെന്റേജ് ഷെയറിൽ പോകാം, അതാദ്യം നമ്മൾ ഫോമിൽ ഫിൽ ചെയ്യണം അല്ലേ? അത് നമ്മൾ ഫോമിൽ ഫില്ല് ചെയ്താൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ മാറ്റാം. അത് ശരി. നമ്മൾ 50-50 വെച്ചിരിക്കാന്ന് വിചാരിച്ചു. 50-50 വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ അപ്പൊ മാർക്കറ്റ് വളരെ അപ്പായി കഴിഞ്ഞപ്പോൾ നമ്മൾ കൊണ്ടിടുന്ന ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറഞ്ഞ ഷെയറേ കിട്ടൂ. അപ്പൊ നമുക്ക് വേണ ഒരു തീരുമാനം എടുക്കാൻ, നമ്മൾ ഷെയറിൽ വേണ്ട, ബോണ്ടിലേക്ക് ആയിക്കോട്ടെ. ആ ബോണ്ടിൽ കിടക്കുന്ന നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഷെയറിന്റെ വാല്യൂ ഡൗൺ ആയി താഴെ വന്നെന്ന് വിചാരിച്ചു. താഴെ വരുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്ന പൈസ ഒഴിച്ചു കഴിഞ്ഞാൽ അവന് കൂടുതൽ ഷെയർ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ മാറ്റാൻ പറ്റും. ഞാൻ ഷെയറിലേക്കുള്ള എന്റെ പെർസെന്റേജ് കൂട്ടിക്കോളും എന്ന് പറയാം. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അതിന്റെ ടൈം നോക്കി നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇത് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താലേ ഉള്ളൂ അതിന്റെ കൂടുതൽ ബെനിഫിറ്റ് വരും. അതിന്റെ വഴി തന്നെ നടക്കണം. അതിനെപ്പറ്റി കുറച്ച് അതിന്റെ പിന്നാലെ നടക്കണം. കുറച്ചൊരു ഇതൊക്കെ വേണം, എന്നാലേ ഉള്ളു അതിന്റെ കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. അല്ല നമുക്കൊരു നോർമൽ ബെനിഫിറ്റ് പോവാം. ഓക്കെ, അങ്ങനെ പോവാം. മ്യൂച്വൽ ഫണ്ട് നമ്മള് ഓക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്യണമെന്ന്.
ഓക്കെ, ഞാൻ ഇതിന്റെ എല്ലാം കൂടെ കൂടി ഒരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ഒരു ക്ലാസ് എടുത്തേക്കാം സാർ. അപ്പൊ ഓക്കെ സാർ, താങ്ക് യു. അങ്ങനെ ഒന്ന് എടുത്തോ, എന്നാലും നമുക്ക് അതിനെ കുറിച്ച് അറിയാലോ. ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ക്ലാസ് എടുത്തോ. അപ്പൊ അടുത്ത ആഴ്ച വേണേ അത് എടുത്തേക്കാം. ഇൻവെസ്റ്റ്മെന്റ് അതെല്ലാവർക്കും ഉപകാരപ്പെടും. അതിനകത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ഉള്ള ഫണ്ട് തന്നെ നമുക്ക് ഏതെല്ലാം പല പല ഓപ്ഷനുകളുണ്ട്. അത് അതിന്റെ അകത്ത് ചില ടിപ്സുകളോടെ അതുകൂടെ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, അതെല്ലാം കൂടെ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ആയിക്കോട്ടെ, താങ്ക് യു സാർ വെരി മച്ച്. വളരെ സന്തോഷം. വിജയൻ സാർ വല്ലതും ചോദിക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഒരാൻ സാറും അയൽവാസികളാ കേട്ടോ സാർ, ഒറിജിനലി. ശരി. ഞങ്ങൾ അടുത്തടുത്തുള്ള ആൾക്കാരാ. ഇവിടെ അവിടുന്ന് പാലക്കാട് പോയെന്ന് വിളിയോ ഉലയണ്ണൻ സാർ പോയെന്ന് തോന്നുന്നു. സാർ പോയി, സാർ അപ്പുറത്തെ ക്ലാസ്സിൽ പോയി. അപ്പൊ കുഴപ്പമില്ല സാർ. അപ്പൊ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചുള്ള ക്ലാസ് ആണ്. ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, താങ്ക് യു സാർ. ബാലകൃഷ്ണൻ സാർ, ജെൻ സാർ, ജോർജ് സാർ. ഓക്കെ, താങ്ക് യു.